الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين بإذن الله أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ ശ്രോതാക്കള്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാര്, അൽഹംദുലില്ലാ നമ്മുടെ KMICയിലെ ആത്മീയ സദസ്സ് സമാപിച്ചു. ഞാൻ പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും ദുആ ചെയ്തതും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഒരു സഹോദരി, പേര് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവൂല എന്ന് വിചാരിക്കുന്നു, കുസുമം എന്ന ഐഡിയയിലുള്ള പ്രിയപ്പെട്ട ഒരു സഹോദരി വളരെയധികം ശാരീരികമായ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. കാരണം ശരീരത്തിന് എപ്പോഴും കടച്ചലും പൊരിച്ചലും എല്ല് ഇടക്കിടക്ക് പൊട്ടുക പോലത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അറിയിച്ചു. ഒരുപാട് ഭൗതികമായ ചികിത്സകളും അതിൻ്റെ ഒപ്പം നമ്മുടെ ക്ലാസ് റൂമിലുള്ള ദുആയിലും വിഷയത്തിലൊക്കെയും പങ്കെടുക്കുന്ന കുടുംബമാണ്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് എല്ലാവിധ രോഗങ്ങളും ശിഫ നൽകി നല്ല ആരോഗ്യവും ആഫിയത്തും നിലനിർത്തി നമ്മുടെ ക്ലാസ് റൂമിൽ പറയുന്ന സ്ത്രീകളൊക്കെയും അറിയേണ്ട ഒരുപാട് മസ്അലകളും, പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെയധികം നമ്മുടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും വീണ്ടും കേട്ട് ആ വിഷയത്തിൽ വരുന്ന യക്കാശക്കുകളൊക്കെയും പൂർണ്ണമായും ഒഴിവാക്കി നല്ല ധൈര്യത്തോടു കൂടെ അവനവന്റെ നാട്ടിലുള്ള പ്രിയപ്പെട്ട കുടുംബമിത്രാദികളെ മരണശേഷമുള്ള ക്രിയവിക്രമങ്ങൾ ചെയ്യാൻ നല്ല ധൈര്യത്തോടുകൂടെ മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ എൻ്റെ എല്ലാ ക്ലാസുകൾ നടക്കുന്ന സ്ഥലങ്ങളിലുള്ള സഹോദരിമാരോട് പറയുന്നത് ക്ലാസ് റൂമിലെ ശ്രോതാക്കളായ സഹോദരിമാരോടും ഞാൻ ഉണർത്തുകയാണ്. കാരണം ഒരു പുരുഷൻ മരിച്ചേടത്ത് കുളിപ്പിക്കുമ്പോൾ അവരെന്തെങ്കിലൊക്കെ തകരാറ് കാണുമ്പോൾ നമുക്കതിൽ ഇടപെടാം. ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇടപെടാറുണ്ട്. നമ്മുടെ ഉസ്താദന്മാരൊക്കെ ആ വിഷയം ശ്രദ്ധിക്കണം. ചിലപ്പം നമ്മൾ കിതാബ് ഓതിയത് കൊണ്ട് മാത്രം ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ സാധിച്ചോളം എന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു വിഷയങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പുരുഷനായ വ്യക്തിയുടെ മയ്യത്താണെങ്കിൽ നമുക്ക് അറിവുള്ള അവരെന്തെങ്കിലൊക്കെയും അതിന്റെ ശരിയായ രൂപത്തിലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെയും സമയം വൈകാണ്. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 5-6 ദിവസമായി, ഇപ്പോഴും മയ്യത്ത് ഒരു പ്രാവശ്യം കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതൊരു 15-20 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അള്ളാ ഞാൻ നമ്മുടെ സൈൻ തീർക്കരിപ്പോൾ തിരുവമ്പാടിക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? തിരുവമ്പാടി ക്ലാസ് റൂമിലുണ്ടോ? ഇല്ലെന്നാ തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ മുസ്തഫാലിലൊക്കെ ഞാനൊരു പ്രത്യേകമായ ആശയം ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു 6 ദിവസത്തോളായ ഒരു മയ്യത്ത് പരിപാലത്തുമ്പോ കാണിട്ട് കൂടിയിട്ട്, പക്ഷെ നമ്മൾ അതിന്റെ ഇടയിലുള്ള കുറെ തെറ്റുധാരണകളും നാടുകളിൽ നടക്കുന്ന തെറ്റായ ധാരണകളൊക്കെയും തീരാൻ വേണ്ടി, മസ്അലകള് ഖൽബിൽ ഉറക്കാൻ വേണ്ടി നമ്മൾ വേറെ പല മസ്അലും പറയും. അങ്ങനെയാണ് സമയം വൈകുന്നത്. അതിനാണ് ഈ കേൾക്കുന്ന മസ്അല നമ്മൾ വിചാരിച്ച രൂപത്തിലല്ല ആ മസ്അല. എന്താണ്, ഇങ്ങനെയാണ് അതിന്റെ മസ്അല എന്നൊന്ന് ഉറപ്പിക്കാൻ. അതിനാണ് ഇപ്പൊ നമ്മൾ മുമ്പ് എന്ത് പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഇയാദ് എന്ന ഐഡിയയിലുള്ള സുഹൃത്തുണ്ട്, ആഫ്രിക്കയിലുള്ള. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. അദ്ദേഹം ക്ലാസ് കേട്ടപ്പോ എനിക്ക് വിളിച്ചു, ഉസ്താദേ അമുസ്ലിം മയ്യത്ത് കുളിപ്പിക്കാൻ ഉസ്താദ് പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കണ്. അങ്ങനെ തന്നെ ഏനോ എന്നൊരു ഇഷ്കാല. അതിപ്പോ നമ്മൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മസ്അല അല്ല അത്. അതായത് മയ്യത്ത് കുലിയിൽ നിയ്യത്ത് നിർബന്ധമില്ല എന്ന മസ്അല ശ്രോതാക്കളുടെ ഖൽബിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു മസ്അലയാണത്. അപ്പൊ ഈ തെറ്റുധാരണകളൊക്കെയും തീർന്ന് ഞങ്ങളെ വൈക്കൊക്കെ ഒരു വാക്കുണ്ട്, കുറുപ്പിന്റെ ഉറപ്പല്ല. ഞങ്ങളെ വൈക്ക് കാരണന്മാര് പരജയ്ക്ക് ഈ കുറുപ്പിന്റെ ഉറപ്പേറ്റി നടക്കുകയാണ് കാര്യം. അതായത് കുറുപ്പിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ ചോദിക്കുമ്പോഴേക്കാ എനിക്കറിയില്ലട്ടോ, ഞാൻ ഒഴിഞ്ഞ് ഈ ഒരു ഉറപ്പ് പറ്റില്ല. അതാണ് ഞങ്ങളെ വൈക്ക് വേണ്ട കുറുപ്പിന്റെ ഉറപ്പ്. അങ്ങനെ തന്നെയാണോ നിങ്ങത് ചോദിക്കുമ്പോഴേക്ക്
ഞാൻ മനസ്സിലാക്കിയിട്ട് പഴച്ചാന്നാവോ, ഞാൻ ഒഴിഞ്ഞ് നിങ്ങളെന്താച്ചാ കാത്തിക്കാൻ. ഈ ഒരു അവസ്ഥ വരരുത്. അതിനൊന്നുകൂടി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തുമ്പ്യാ പോകുന്ന മൂക്ക്. അങ്ങനെ കാരണന്മാർക്ക് ഇജ്ജി തുമ്പ്യാ പോകുന്ന മൂക്കേറ്റാ നടക്കണെന്ന്. തുമ്പ്യാ പോകുന്ന മൂക്ക് തുമ്പുമ്പോഴേക്കും മൂക്ക് തെറിച്ചു പോവുക. ആ മൂക്കേറ്റ് കാര്യമില്ലല്ലോ, തുമ്പല് പൂർത്തിയാവൂല. അപ്പൊ തുമ്പ്യാ പോകുന്ന മൂക്കിന്റെ അഹിലുകാര് ആവാതിരിക്കാനാണ് പല മസ്അലകളും അതിലേക്ക് ചില അനുഭവങ്ങളൊക്കെയും കൂട്ടിവെക്കുന്നത്. അപ്പൊ ഈ വിഷയം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വിഷയം നെല്ലിക്കുത്തുസ്താദിന്റെ ഭാഷ കൊഴുപ്പിന്റെ ഒപ്പം. അപ്പൊ ഈ കൊഴുപ്പിന്റെ ഒപ്പം തുമ്പ്യാ പോകുന്ന മൂക്കും ഒഴിവായി കിട്ടാൻ പല മസ്അലകളും പറയേണ്ടി വരും. ഞാൻ പുതിയ ശ്രോതാക്കള് ഇത് വലിയ ഒരു ചർച്ചയായിട്ടുണ്ട് ഈ മയ്യത്ത് പരിപാലന ക്ലാസ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇസ്തിഹാലത്തിന്റെ മസ്അല പറഞ്ഞു, അതൊരു സ്ത്രീ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക. വീട്ടിലുള്ള അമ്മായിമ്മ പോലും അറിയില്ല ഈ വിഷയം. സംഗതി ഇതുവരെ ഞാൻ ചെയ്തത് ഭയവാണ്. ഇസ്തിഹാലത്ത് രോഗി ചെയ്യേണ്ട രൂപത്തിലല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ KMICയുടെ ക്ലാസ് കേട്ടപ്പോഴാണ് അത് ചെയ്യേണ്ട രൂപം മനസ്സിലായി. ആ ഒരു അറിഞ്ഞ സഹോദരി അത് ചെയ്യുമ്പോ അത് വീട്ടിലുള്ള അമ്മായിമ്മ അറിയില്ല ഈ പേവ് ഈ മരുവൽക്കൂടെ പറ്റിയിക്കണ്, അല്ലെങ്കിൽ ഇളയച്ചിക്കറിയില്ല മൂത്തച്ചിക്കറിയില്ല. കേൾക്കുന്നവരൊക്കെയും അബദ്ധം പിറന്നിച്ചുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ചെയ്യണം, ഇതാരും അറിയുന്നില്ല അല്ലേ. മയ്യത്ത് പരിപാലനം അങ്ങനെയല്ല. ഇത് ഒരു നാട്ടു നടപ്പിൽ നടക്കുന്നതിനെതിരായി അതിന്റെ ഒരു ശരിയായ വശത്തിലേക്ക് കയറി ചെല്ലുമ്പോ പലവരും ഈ വിഷയം അറിയുകയാണ്. നമ്മൾ ഇതുവരെ ചെയ്ത മാതിരിക്കല്ലല്ലോ എപ്പോഴും മയ്യത്ത് കുളിപ്പിക്കൽ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോ പലവരും ഈ വിഷയം അറിയും. ഞാൻ പറഞ്ഞ മാതിരി പല രാജ്യത്ത് നിന്നും മരിച്ച വീട്ടിലേക്ക് ആളുകൾ വന്നിട്ടുണ്ടാകും. അവരുടെ നാടുകളിലൊക്കെയും നടക്കുന്നതിന് വിപരീതമായുള്ള ഒരു മയ്യത്ത് കുളി കാണുമ്പോ അതൊരു ചർച്ചയാവും. ഈ ചർച്ചയാകുമ്പോ പലവരും നമ്മളെ സംശയാലുക്കലാക്കും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഒരുപാട് അതിന്റെ ഇടയിൽ കയറി അതിന്റെ കുറെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഒന്ന് പറയട്ടെ. ഇത് നമ്മളിപ്പോ ഒരു റെക്കോർഡ് ചെയ്യാനോ സീഡി ചെയ്യാനോ ഒന്നുമല്ല, കേൾക്കുന്നവർക്ക് നല്ല മുറപ്പിക്കുന്ന രൂപത്തിൽ വിഷയം പറയാനാണ് ഞാൻ എന്റെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ അപ്പൊ 20 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി നമ്മൾ പറഞ്ഞവസാനിപ്പിക്കുന്നത് മണിക്കൂറുകളെ കൊണ്ടാണ്. അപ്പൊ ഞാൻ ഏതായാലും എന്റെയൊക്കെ അങ്ങനത്തെ മൊബൈലൊന്നും ഇല്ല. ഞാൻ അന്യാസു അഴുതാവു മാ ജഹിലു എന്നൊരു തത്വമുണ്ട് പണ്ഡിതന്മാർക്ക്. വിവരമില്ലാത്തവർ എന്താണ് അന്യാസു അഴുതാവു മാ ജഹിലു, വിവരമില്ലാത്ത വസ്തുവിന്റെ ശത്രുക്കളാണ് മനുഷ്യർ. അന്യാസു ജനങ്ങൾ, അഴുതാവു മാ ഒന്നിന്റെ ശത്രുക്കളാണ് ജഹിലു, അവർ അതിനെ സംബന്ധിച്ച് വിവരമില്ല, അപ്പോൾ അതിന്റെ ശത്രുക്കളാവും. പക്ഷെ ആ വസ്തു കൊണ്ടുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഈ ഉപകാരം എന്താണെന്ന് അറിയാത്തവർ ആ വസ്തുവിന്റെ ശത്രുക്കളായി തീരുമെന്നൊരു ആപ്തവാക്യമുണ്ട് അല്ലെ. നമ്മുടെ ഷൗക്കത്ത് സഖാഫിക്കിന്റെ അന്നാസു അഅദാഉ ഉമാ ജഹിലു എന്ന്. അതിന്റെ ഒരു വളരെ എനിക്ക് ബോധ്യപ്പെട്ടു. ആദ്യമൊക്കെ ഞാൻ ഈ ടച്ച് സ്ക്രീനൊക്കെ അങ്ങേയറ്റം എതിർത്തിന്. ഈ ബാല്യ പരമ്പിന്റെ മാതിരിക്കല്ല ഈ മൊബൈലൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഈ ചെങ്ങായിമാർക്ക് എന്താ പിരാന്ത്, അത്ര വലിയൊരു മൊബൈൽ ഏറ്റിങ്ങാണ്ട് ബച്ചങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ബച്ചങ്ങൾ എത്ര ബുദ്ധിമുട്ടണം. പക്ഷേ ഓരോ വസ്തുവിനെ കൊണ്ടുള്ള ഉപകാരം മനസ്സിലാവുമ്പോഴാണ് അതൊക്കെ ആവശ്യമാണ് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ അടുത്തിപ്പോ ലാപ്ടോപ്പിന്റെ കാലം കഴിഞ്ഞു എന്നാ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലാപ്ടോപ്പിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ എന്താ റോൾ ടാപ്പ് ഇറങ്ങിക്കഴിഞ്ഞു, വിപണിയിലൊക്കെ എത്തിക്കഴിഞ്ഞു. ചുരുത്തി മടക്കിയിട്ട് തോലിൽ തിങ്ങാണ്ട് നടക്കാം. അതിന്റെ അത് തൂക്കിയിടാനുള്ള വയറ് റീചാർജ് ആയിട്ട് മാറുകയാണ്. റീചാർജിന്റെ വയറായി മാറുന്ന ഓരോന്നും നമ്മുടെ ചക്കന്റെ ഉദാഹരണം പറഞ്ഞാൽ മതി, ഞൗഞ്ഞിയും അതേമാതിരി തന്നെ ചക്കക്കുരുവിന്റെ തോതും എല്ലാം ഉപകാരമാണെന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ ഇറങ്ങിയ റോൾ ടാപ്പിന്റെ ഓരോ വസ്തുക്കളും ഉപയോഗപ്രദമായിരിക്കുകയാണ്. ഇതുവരെ നമ്മളെ ലാപ്ടോപ്പിന് ഒരു ബാഗ് ഉണ്ടാവും. ആ ബാഗ് നമ്മൾ എവിടെങ്കിലൊക്കെ പോകുമ്പോഴാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് പെരയിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇപ്പോൾ ഇറങ്ങിയ റോൾ ടാപ്പ് അങ്ങനെയല്ല, എല്ലാ വസ്തുക്കളും ഉപയോഗമായി മാറുകയാണ്. അപ്പോ ഓരോന്നും ഇറങ്ങുമ്പോൾ അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ചില്ലറയല്ല. ഞാനിങ്ങനെ ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ അങ്ങനെ ഈ വാട്സപ്പ് ഒക്കെ എനിക്കും തോന്നി സംഗതി ഇത് വലിയ മെച്ച
ഇടക്കിടക്ക് ഓരോ വിഷയത്തിന്റെയും ക്ലിപ്പുകൾ ഫേസ്ബുക്കിൽ കാണാം. അത് കേട്ടപ്പോ ഉസ്താദിന്റെ ശബ്ദവും ആ ഒരു ശബ്ദവും കേട്ടപ്പോ ഉസ്താദൻ നേനതെന്ന് മനസ്സിലായി. അപ്പൊ എനിക്കും തന്നെ തോന്നി, ഇങ്ങനെ ഓരോ ക്ലിപ്പുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ അയച്ചാൽ ഇതൊന്നും കേൾക്കാത്ത ഫേസ്ബുക്ക് പരതുന്ന, വാട്സപ്പുകൾ പരതുന്ന ഒരുപാട് ചെറുപ്പക്കാരും യുവതികളുമുണ്ട്. അപ്പൊ അവരിലേക്ക് ഒരുപാട് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു സംവിധാനം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക സംവിധാനങ്ങളുള്ള മൊബൈല്. അപ്പൊ ഏതായിരുന്നാലും അന്നാസു ആയതാവുമാ ജഹിലു എന്നുള്ള വാക്ക് വളരെ കറക്റ്റാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടുള്ള ഉപകാരം അറിയാതിരിക്കുമ്പോഴാണ് ഞാൻ അതിനെ എതിർക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ഒരു ക്ലിപ്പാക്കാതെ അപ്പൊ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തും. അള്ളാഹു നമ്മുടെ ഈ ഒരു ഓൺലൈൻ രംഗത്തുള്ള ഈ ഒരു പ്രവർത്തന മേഖല, അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും എല്ലാവരുടെ കൈവശവും നല്ല 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 വിലപ്പിടിപ്പുള്ള മൊബൈലുകളാണ് ഉള്ളത്. ആ മൊബൈലുകളിലുള്ള വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം നമ്മുടെ ദീനീ രംഗത്തുള്ള ആശയ ആദർശങ്ങൾ പഠിപ്പിക്കാനും അത് പഠിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ ക്ലാസ്സുകളും അത് ഏത് ഉസ്താദന്മാരുടെ ക്ലാസ്സുകളാണെങ്കിലും അതൊക്കെ ഇങ്ങനെ ക്ലിപ്പാക്കി വെട്ടിമുറിക്കുമ്പോ ചിലപ്പം ഷർട്ട് പറഞ്ഞോട്ടെന്ന് ഇത് ഒഴിവാക്കി മറ്റോട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ ക്ലിപ്പാക്കി മാറ്റരുത്. സാധിക്കുന്നവരൊക്കെയും അതിന്റെ ഒരു മസ്അലയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾ എടുത്തൊരു ക്ലാസ് ഒരു മയ്യത്ത് കുളിപ്പിക്കേണ്ട ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് വിശദീകരിക്കേണ്ട രൂപത്തിലുള്ള ഒരു ക്ലാസ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇന്നത്തെ ഒരു ക്ലാസ്സും കാതെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിൽ ഒരു മയ്യത്തിന് കയ്യിൽ കിട്ടിയ കുളിപ്പിച്ചത് വിടേണ്ട ഒരവസ്ഥ. അതങ്ങനെ നമ്മളത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ അത് വിട്ടാല് ഏതെങ്കിലൊക്കെയും ദീനിയായ നിലക്ക് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ ഫേസ്ബുക്കിൽ അവന്റെ വാട്സപ്പിൽ കിട്ടിയാൽ അവനും ചിന്തിക്കും, അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടല്ലോ, ഞാൻ ഇതുവരെ മയ്യത്ത് കുളിപ്പിച്ച മാതിരിയല്ലല്ലോ ഈ രൂപം. അതുകൊണ്ട് ചിലപ്പം അവൻ അന്വേഷിക്കും എവിടെയാണ് ഈ ക്ലാസ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് വലിയ ഒരു നാഫിയായ ഇൽമിന്റെ പ്രചാരകരായി മരണശേഷം ശേഷിക്കുന്നത് 3 കാര്യം. ഒന്ന് ദുആ ചെയ്യുന്ന മക്കള്, മറ്റൊന്ന് ഉപകാരപ്രദമായ വിജ്ഞാനം, ജാരിയായ സദക്ക. അല്ലാഹു തആല അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറയില്ല, ഇപ്പൊ ഒരു പോത് എന്തെല്ലാം സംശയങ്ങളാണ് പലവരും ചോദിച്ചിട്ടുള്ളത്. അതിനൊക്കെ തീർത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ തിരുവമ്പാടിയെ പോലോത്തവരൊക്കെ അങ്ങനത്തെ വിഷയത്തിൽ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലൊക്കെ ബറക്കത്ത് നൽകി ആരേക്കൊന്നും ലാഭക്കൂടൊന്നും വാങ്ങാതെ സ്വന്തമായി ബിസിനസ് നടത്തി നല്ല പുരോഗതിയിൽ ഉണ്ടായി തീരാൻ അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യാറുണ്ടോ? ഉസ്താദ് ഇടാറുണ്ടോ? അതായത് വാട്സപ്പിലോ അതിന് പൂച്ചനെറിയാൻ പറ്റാത്തൊരു മൊബൈലേറ്റ് നടക്കണേ നമ്മളെങ്ങനെ ഇപ്പൊ വാട്സപ്പിൽ ഇത് നമ്മളെല്ലാരും പാടെ ഒരു കുടുംബം എന്ന നിലക്ക് സംസാരിക്കാത്തോ? പൂച്ചനെറിയാൻ പറ്റാത്ത മൊബൈലേറ്റ് നടക്കണേ നമ്മളിപ്പോ വാട്സപ്പിൽ എങ്ങനെ ഇടാനാ? അതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. സാധിക്കുന്നവരൊക്കെയും അങ്ങനെ ദീനീ രംഗത്ത് അവനവനെ കൊണ്ട് സാധിക്കുന്ന വിജ്ഞാനപരമായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തി ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മൾ പറഞ്ഞു വെച്ചത് എവിടെയാണ്? കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം, അല്ലെ? ഒരു പ്രാവശ്യം എല്ലാവരും ശ്രോതാക്കള് ഇതിപ്പോ നമ്മളങ്ങനെ ക്ലിപ്പ് വിടാനും ഫേസ്ബുക്കിൽ കയറ്റാനുള്ള ക്ലാസ് അല്ല ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് വിഷയങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു വിശദീകരണത്തോട് കൂടെയുള്ള ഒരു അവതരണം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി ഒരു ചെറിയ കാര്യം ഉണർത്തുകയാണ്. ഇടയിൽ വെച്ച് ഞാൻ കട്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഉടനെ ചിലപ്പം ക്ലാസ് റൂമിൽ തിരിച്ചെത്തും. കാരണം ക്ലാസ് എടുക്കാൻ മാത്രമല്ല MP വാക്കില്ല നെറ്റില്. പക്ഷെ അതാണ്ട് കയ്യിനേന്റെ മുമ്പ് റീചാർജ് ചെയ്താലോ അല്ല MP വെറുതെ നഷ്ടപ്പെടും. അപ്പൊ അത് നഷ്ടം വരാതിരിക്കാൻ പുള്ളി കഴിഞ്ഞതിന്റെ ശേഷം റീചാർജ് ചെയ്യാച്ചിട്ടാണ്. ചിലപ്പം സമയം വരികയാണെങ്കിൽ
ചിലപ്പം റീചാർജ് കഴിയാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമാണ് ചില സമയത്തൊക്കെയും എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല മുഴുവൻ ശ്രോതാക്കളെയും നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവരെയും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിച്ച് ഒരു സജീവമായുള്ള ഒരു ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അതിമഹത്തായ ഒരു വലിയൊരു വിപ്ലവം, ഒരു മുന്നേറ്റം ഇസ്ലാമിക രംഗത്ത് KMICക്ക് നടത്താൻ അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്ത് ഞാൻ പുതിയ ശ്രോതാക്കൾ ഉണ്ടായേക്കാം. ചിലപ്പം ആദ്യമായി കേൾക്കുന്ന വിഷയങ്ങളൊക്കെയും പലപ്പോഴും സംശയത്തിന്റെ പേരിലും അല്ലെങ്കിൽ മറവിയുടെ പേരിലൊക്കെ മറന്നേക്കാം. അതുകൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒറ്റ വാക്കിൽ സാധാരണ കഥകൾ വായിക്കുമ്പോ അല്ലെങ്കിൽ നോവലുകൾ വായിക്കുമ്പോ നിങ്ങൾ കാണാം അതിന്റെ ഫസ്റ്റ് പേജിൽ തുടർ ലേഖനമാണെങ്കിൽ കഥ ഇതുവരെ. അതെന്തിനാ? ഇത് മുൻഭാഗത്ത് മുന്നേയുള്ളത് വായിച്ച് അറിയാത്തവർക്കും ഈ കഥയിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗമാണ്. അതുവരെ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം, ഒരു ചുരുക്കം ഒന്നത് പറയുമ്പോ ഇനി അവിധം അത് വായിക്കുമ്പോ പിന്നെ കഥയിലേക്കോ തല മുതൽ ആ വിഷയം കേട്ട രൂപത്തിലാകും. അപ്പൊ അതിനാ ഞാനൊന്ന് ആമുഖമായി പറയാണ്. അപ്പൊ അതുകൊണ്ട് സ്ഥിരം ശ്രോതാക്കൾ ക്ഷമിക്കണം. പുതിയ പുതിയ ശ്രോതാക്കൾ നമുക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു തആല നല്ല ഇസ്സത്തിലാക്കി തീർക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മരിച്ച് കിടത്തുന്ന രൂപം എന്നല്ലാണ് കുളിപ്പിക്കുന്നിടത്താണ് ആകെ തെറ്റുധാരണകളും ഇഷ്കാലുകളും ഉള്ളത്. അപ്പൊ കുളിപ്പിക്കുന്ന ഭാഗത്തേക്ക് മയ്യത്തിനെ മാറ്റി കടത്തി അവിടെ ഒരു പോയിന്റ് ഞാൻ എല്ലാവരോടും ആദ്യം പറയാണ്. അത് ഉസ്താദന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലുണ്ടായാൽ മയ്യത്ത് കുളിപ്പിക്കൽ ഒരാളും മറക്കൂല. എങ്ങനെ എന്നുള്ള ഒരു സംശയം വരാതിരിക്കാൻ ഒരൊറ്റ പോയിന്റ് ആദ്യം പറയാം. അതെന്താ? അതായത് ചില ഒരു പ്രത്യേകമായ രൂപങ്ങളുണ്ട്. അതിങ്ങനെ മനസ്സിൽ ഓർമ്മ ഉണ്ടായാല് ആ വിഷയം പിന്നെ മറക്കൂല. ഇപ്പൊ ഞങ്ങൾക്കത് എളുപ്പം തിരിയാൻ പറയാം. അപ്പൊ മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞ് കഫൻ തുണിയിൽ വരും. ആ കഫൻ തുണി പലപ്പോഴും കാണാൻ കഫൻ ചെയ്യുമ്പോ ആൾക്കാർ ഇങ്ങത്തോ അങ്ങത്തോ ഇങ്ങത്തോ അൽത്തോത്തോ എർത്തോത്തോ ഒരു കാലത്ത് ഒരു തിരിച്ചൽ അവിടെ കാണുന്നത്. അല്ല ഇങ്ങത്തന്നെ ചിച്ചേണ്ടത് എന്ന് പറഞ്ഞൊരു നത്തൻ തിരിച്ചൽ കാണാൻ ചില സാധാരണക്കാർ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ഓർമ്മ, എപ്പോഴും ഓർമ്മ വെച്ച് നടക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം. അതൊക്കെ അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. അതായത് മയ്യത്തിന്റെ കഫൻ തുണി ചുറ്റേണ്ടത് എങ്ങനെയാണ് എന്തേ ചിന്തിക്കേണ്ടതുള്ളൂ. ജീവിതകാലത്ത് ഒരാൾ തുണി എങ്ങനെയാണോ എടുക്കേണ്ടത് അതേ രൂപത്തിലാണ് മയ്യത്തിന്റെ കഫൻ തുണി ചുറ്റേണ്ടത്. അതൊരു ഓർമ്മ ഉണ്ടായാൽ മതി. എട്ടും പൊത്തും തിരിയാത്ത എത്രയോ സാധാരണക്കാര് വിഷയം കേട്ടാൽ ധൈര്യത്തോടു കൂടെ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. ഒരു വിവരം അവർക്കില്ല, പക്ഷെ മസാല അവരെ കയ്യിൽ കിട്ടിയാൽ മതി, കറക്റ്റ് പോലെ അതാണ്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ അങ്ങനത്തെ ശ്രോതാക്കളെ കൂടി ഞാൻ പരിഗണിക്കും. അമിത ബുദ്ധിയുള്ളവരുണ്ടാകും, വേൽപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരുണ്ടാകും. അവരൊക്കെയും നമ്മുടെ സാധാരണക്കാരായ ശ്രോതാക്കളെ പരിഗണിച്ചുള്ള ക്ലാസ് എന്ന നിലക്ക് നിങ്ങൾ സഹകരിച്ചു തരണം എന്ന് ഞാൻ ഇടക്കിടക്ക് ഉണർത്തുകയാണ്. അപ്പൊ ജീവിതകാലത്ത് നമ്മൾ ജീവിക്കുന്നവൻ തുണി എടുക്കേണ്ടത് എങ്ങനെയാണ്? ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് ചിറ്റണം, എന്നിട്ട് വലതുഭാഗത്തിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് ചിറ്റണം. അങ്ങനെയാണ് നമ്മൾ തുണി എടുക്കുക. അപൂർവം ചില ആളുകള് എന്താകുന്നുണ്ട്, വലഭാഗത്ത് നിന്ന് ആദ്യം ചുറ്റി ഇടഭാഗത്തേക്ക് പിന്നെ വലഭാഗത്ത് നിന്ന് ഇടഭാഗത്തേക്ക് ചുറ്റി ഇടഭാഗത്തിൽ നിന്ന് വലഭാഗത്തേക്ക് ചുറ്റി തുണി എടുക്കുന്ന ചില അന്തംകമ്മികൾ എന്ന് പറയാം. എന്താ അന്തംകമ്മി എന്ന് പറയാം ഉസ്താദെ? ആ വ്യക്തിയെ ഞാൻ അത് അങ്ങനെ ആരെങ്കിലും ആ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി പറയാം. കാരണം നമ്മളൊന്ന് മൂത്രമൊഴിച്ച സമയത്ത് അത് വൃത്തിയാക്കാൻ വെള്ളം കിട്ടിയില്ല. അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യും, ഒരു വെള്ളമുള്ള ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പിടുത്തണ്ടല്ലോ, ആ പിടുത്തത്തിൽ ഈ തുണി എടുത്തവർ സ്വീപ്പാവും. അപ്പൊ ഔറത്ത് വെളിവാവും. എങ്ങനെ തുണി എടുത്തവര്? ആദ്യം വലഭാഗത്ത് നിന്ന് ഇടഭാഗത്തേക്ക് ചുറ്റി പിന്നെ ഇടതുഭാഗത്തിൽ നിന്ന് വലഭാഗത്തേക്ക് തുണി ചുറ്റിയെടുത്ത് പരിചയിച്ചവർ യാദൃശികമായി മൂത്രമൊഴിച്ച് വെള്ളം കിട്ടിയില്ല, വെള്ളമുള്ള ഭാഗത്തേക്കൊന്ന് നീങ്ങേണ്ടി വന്നു. അപ്പൊ അവനവന്റേതായ
ആ ലിംഗത്തിന്റെ ഭാഗം പിടിക്കേണ്ടവർ ചിലപ്പോൾ സ്വീപ്പാവും. അപ്പൊ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ചേര മതയ്ക്ക് പോകുമ്പോലെ കൈയിട്ട് പിടിക്കേണ്ടി വരും. ആരും ഒന്നും വിചാരിക്കരുത്, സാധാരണക്കാർ തെറ്റ് തിരുത്താനാണ്. ചേര മതയ്ക്ക് പോകുമ്പോലെ വളഞ്ഞു തിരിഞ്ഞ് തുണിയുടെ ഇടയിൽട്ട് കൈ പിടിക്കേണ്ടി വരും. അപ്പൊ അവിടെ ഔറത്ത് വെളിവാകും. അപ്പൊ അതുകൊണ്ട് ജീവിതകാലത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ തുണി ധരിക്കേണ്ടത് എങ്ങനെയാണ്? തുണി എടുക്കുന്ന സമയത്ത് ആദ്യം ഇടതുഭാഗത്ത് നിന്ന് വലഭാഗത്തേക്ക് ചുറ്റി വലഭാഗേണ്ടത്. ഇതേ രൂപത്തിലാണ് മയ്യത്ത് കഫൻ ചെയ്യേണ്ടത്. അപ്പൊ എന്തായി? ഈ ഒരു പോയിന്റ് ഓർമ്മ ഉണ്ടായാൽ മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടാ ചിച്ചേണ്ടത് എന്ന ഇഷ്കാലിന് പരിഹാരമാകും. അതേമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധാരണക്കാർക്ക് അത് ഗ്രഹിക്കാൻ ചിലപ്പോൾ സാധിച്ചോന്നില്ല. ഞാൻ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പോയിന്റ് പറയാം. ഇപ്പൊ സാധാരണഗതിയിൽ വിഷയവുമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാവില്ല, അത് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യും. ഈ മുടി കളച്ചലിന് ആദ്യം കുട്ടിയുടെ മുടി കളയാ വേണ്ടത്, അല്ല പോത്തിനെ വെക്കാ വേണ്ടത്, അല്ല പേര് വെക്കാ വേണ്ടത്, ഇങ്ങനൊരു ഇഷ്കാല് കാണല്ലോ. ചില നാടുകളിലൊക്കെ അപൂർവമായി അതൊക്കെ നമ്മൾ അബൂ സിനാൻ ഉസ്താദിന്റെ ക്ലാസ്സിൽ വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. പോത്തിനെ തൊടുവിൽ മലർത്തി കിടത്തിയിട്ടുണ്ടാവും. പിന്നെ ജനലിന്റെ ഭാഗത്ത് ഡൈനിങ് ഹാളിന്റെ 3 കല്ല് ജനലിന്റെ ഭാഗത്ത് ഒരു കാനോൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ തൊടുക്ക് വിളിച്ച് ചോദിക്കുക, ആയോ എന്തായോ? പോത്തിന്റെ കൗത്തിൽ കത്തിവെക്കാനായോ? പോത്തിന്റെ കൗത്തിൽ കത്തിവെക്കാനാവുമ്പോഴാത്രേ കുട്ടിയുടെ തലയിൽ കത്തിവെക്കേണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ മക്കളുടെ മുടി കളച്ചലിന് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് നിലയ്ക്ക് നമ്മൾ ചെയ്യാണ്. ആ സുന്നത്തുകൾ നഷ്ടപ്പെടരുത്. അത് തർത്തീബാണ്. അപ്പൊ പലപ്പോഴും ഞാൻ എന്റെ ക്ലാസ് റൂം ശ്രദ്ധിക്കുന്ന ഉസ്താദന്മാർക്ക് വേണ്ടി അങ്ങനത്തെ ചില പോയിന്റുകൾ പറയാൻ, എപ്പോഴും ചില മസ്അലകൾ എങ്ങനെയാണെന്നും മനസ്സിൽ നമുക്കിങ്ങനെ ഉറച്ചു നിൽക്കാൻ, ഇഷ്കാല് വരാതെ ഇരിക്കാനുള്ള ഒരു പോയിന്റ് ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറയാണ്. അതിൽ പ്രധാനപ്പെട്ട 3ാമത്തെ പോയിന്റാണ് നമുക്ക് ഏറ്റവും ഉപകരിക്കുക. നമ്മുടെ ജീവിതത്തിലൊന്നും ചെയ്യാത്ത പലതും ഇൻഷാ അല്ലാഹ് ഈ മയ്യത്ത് കുലിയോട് കൂടെ പലവരും ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അല്ലാഹു തആല ഓക്കെ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട്, ഓക്കെ ഉസ്താദിന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് ഉപകാരമുള്ളത് പറയാനും കേൾക്കാനും ഉപകരിക്കുന്നത് കൽബിൽ നിന്ന് വന്ന് ഉപകരിക്കുന്ന കൽബുകളിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അപ്പോ അവരെന്താ യഥാർത്ഥത്തിൽ സുന്നത്ത് എന്താണ്? തുസ്ബഹൂന്ന് ആലോചിച്ചാൽ മതി. നമ്മളെ ക്ലാസ് റൂമിലെ ഉസ്താദുമാരോട് തുസ്ബഹു എന്താ? തുസ്ബഹുവിന്റെ അർത്ഥം അറക്കപ്പെടണം. തുസ്ബഹുവിലത്തെ ആദിക്കത്തെ അക്ഷരേത താ. അപ്പൊ തസ്മിയത്ത് പേര് വെക്കുക. അപ്പൊ കുട്ടിയുടെ മുടി കളച്ചെന്താണ്? ആദ്യത്തെ ഇതെന്താ? പേര് വെക്കുക. തുസ്ബഹു അല്ലെ? തുസ്ബഹു എന്നിട്ട് എന്ത് ചെയ്യാ? തുസ്ബഹൂന് കഴിഞ്ഞ് പിന്നെ റബ്ബ് അറവ്, അതിലേക്ക് സൂചിപ്പിക്കുന്ന അക്ഷരമാണ് റാല്. അപ്പൊ തുസ്ബഹു റാല് റബ്ബ് അറക്കുക. പിന്നെ ഹൽക്ക് കളയുക, വരഞ്ചുക. അപ്പൊ യഥാർത്ഥത്തിൽ മുടി കളച്ചെന്താണ്? സുന്നത്തെന്താ? ആദ്യം പേര് വെക്കുക, എന്നിട്ട് അറക്കുക, എന്നിട്ട് മുടി കളയുക. അപ്പൊ നമ്മളിങ്ങനെ ഒരു മസ്അല പഠിച്ചു. പക്ഷെ ഒരു 4-5 ദിവസം, ഇതിപ്പോ എല്ലാ ദിവസവും ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ മുടി കളച്ചൽ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ നമുക്കൊരു ഇഷ്കാല്, ആദ്യം പേര് വെക്കുക വേണ്ട, അല്ല ആദ്യം മുടി കളിയാ വേണ്ട, അല്ല ആദ്യം അറവാണോ മുടി കളച്ചലാണോ, ഇങ്ങനൊരു ഇഷ്കാല് വരുമ്പോ ഞാനത് സാധാരണക്കാർക്കും ചിന്തിക്കാം, ഉസ്താദന്മാർക്കത് കൂടുതൽ പെട്ടെന്ന് വിഷയം മനസ്സിലാവും. അറബി വേർഡ് ആയതുകൊണ്ട് തുസ്ബഹു നിങ്ങൾ ആലോചിച്ചാൽ മതി. തുസ്ബഹു താ റാല് ഹാ. അപ്പൊ താ തസ്മിയത്ത് പേര് വെക്കുക, റാല് എന്ത്? റാല് അല്ലെ? റാല് അറക്ക, ഹാ കളയ, വരഞ്ച. അതൊരു പോയിന്റാ. ഞാൻ ഒരു കാര്യപ്പെട്ട ഒരു വങ്ങാട് മൊയ്ലിയർ ഉപ്പാപ്പ എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ വളാഞ്ചേരി അടുത്തുണ്ടായിരുന്നു. വലിയ അബ്ദാലിങ്ങളിൽ പെട്ട ബക്രിയാണെന്ന് വരെ ചില മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഉഖറവിയായ പണ്ഡിതൻ. അള്ളാഹു അവിടത്തെ ദറജ ഏറ്റിക്കൊടുത്ത് അവിടത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമുക്ക് നല്ല നാഫിയായ ഇൽമു നൽകുമാറാവട്ടെ. അപ്പൊ അദ്ദേഹം പഠിപ്പിച്ചു തന്നൊരു പോയിന്റാ.
അങ്ങനെ ഇങ്ങനെ എഴുതാ പറയും. ഒരു മുതിയാഴ്ചന്റെ സദസ്സിലേക്ക് എത്തുമ്പോ എല്ലാം മൊയ്ലിയരെ ആദ്യം അറക്കാ വേണ്ട, ആദ്യം മുതിയാളിയാ വേണ്ടെന്ന് ചോദിക്കുമ്പോ നമ്മളിപ്പോ അത് പുസ്തകമാരോ ചോദിച്ച് എനിക്ക് ഇഷ്കാലായി, ഞാൻ എവിടെ ഒരു കിതാബിൽ അത് കണ്ടിട്ടുണ്ട്, ഇപ്പൊ എനിക്കതിങ്ങനത്തെ ഓർമ്മ വരുന്നില്ല. അതിനെന്ത് ചെയ്താൽ മതി? തൊഴുബഹൂന്ന് ആലോചിച്ചാല് ആ തർത്തീബ്, ആ ക്രമം എങ്ങനെയാണ് എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. ഇതൊക്കെ ഒരു പോയിന്റാണ്. ചില മസാലകള് മനസ്സിൽ എഫക്റ്റ് ചെയ്ത് നിൽക്കാൻ. അതേ രൂപത്തിൽ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് പറയാം. മൂന്നുങ്ങളോളാണല്ലോ. ആ നിലയ്ക്ക് മയ്യത്ത് കുലിയിൽ നിങ്ങളുടെ ഇഷ്കാല് ഫുള്ള് തീരും. ആദ്യം ഒലുണ്ടാക്കാൻ വേണ്ട, ആദ്യം അല്ല കുളിപ്പിക്കൽ കഴിഞ്ഞിട്ടാ ഒലുണ്ടാക്കേണ്ടത്. ഈ ഇഷ്കാലുകളൊക്കെയും തീരുന്ന ഒരൊറ്റ പോയിന്റാണെന്ത്? ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ കുളിക്കേണ്ട തർത്തീബ്, ക്രമം, അതേ രൂപത്തിലാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. അതിനിപ്പോ പ്രശ്നപ്പാലേ പോയില്ല. ആരാ പതക്ക് നോക്കുന്നത്? ആർക്കാ പതക്ക് നോക്കാം? അങ്ങനത്തെ സുബൈക്ക് നീച്ച വേണ്ട ചെല്ലുക, ചവറങ്ങ് തുറന്നിക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം പാരുക, തോത്തുക. എവിടൊക്കെ മസ്റബത്തിലേക്ക് വള്ളായോ അത് നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ആ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. മസ്റബത്തിലേക്ക് വെള്ളം ചേർക്കുക. ഞാൻ ഉസ്താദന്മാര് മസ്റബത്തിന്റെ മയന അന്ന് എല്ലാ ലജ്ജയും ഒഴിച്ചു വെച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മസ്റബത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്, അവിടേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമായ കുലിയിൽ നിർബന്ധമാണ്. പക്ഷേ ഞാൻ ഇവിടെയും അത് ആവർത്തിക്കുകയാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ കുളിക്കുമ്പോൾ എങ്ങോട്ടെല്ലാം വെള്ളം ചേർക്കൽ നിർബന്ധമാണോ ആ ഭാഗത്തേക്കെല്ലാം മയ്യത്ത് കുലിയിലും വെള്ളം ചേർക്കണം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നിർബന്ധമാക്കിയിൽ വെള്ളം ചേർക്കേണ്ട ഭാഗങ്ങൾ അറിയാത്ത ഒരു വ്യക്തിയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതെങ്കിൽ ആ മയ്യത്തിന്റെ വെള്ളം ചേരൽ നിർബന്ധമായ എല്ലാ ഭാഗത്തേക്കും വെള്ളം വയ്ക്കണമെന്നില്ല. ആ മയ്യത്തിന്റെ കുലി സഹിയാവൂല. മയ്യത്തിന്റെ കുലി സഹിയായിട്ടില്ലെങ്കിൽ അവന്റെ മേൽ നിസ്കരിച്ചതും ചിലപ്പോൾ സഹിയാകൂല. നമ്മുടെ കാഴ്ചയിൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, ഖബറടക്കി. പക്ഷേ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് നിർബന്ധമായ 4 ബാധ്യത നിറവേറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എന്റെ ശ്രോതാക്കളൊക്കെയും ആ നിർബന്ധമായ കുലിയുടെ മസാലകളൊക്കെയും മയ്യത്ത് കുലിപ്പിക്കുമ്പോഴും തിരിച്ചു വരുമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചോദിക്കുന്നത് മസ്റബത്ത് ഏതാണ്? ഞാൻ ഇപ്പൊ പറയാൻ പറ്റുമോ? ക്ലിപ്പുണ്ടെങ്കിൽ കേൾക്കുക. അന്ന് എല്ലാവിധ ലജ്ജി മറച്ചിങ്ങാണ്ടാണ് ആ മസ്റബത്ത് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതൊന്നും ആവർത്തിക്കാൻ പറ്റൂല. കാരണം ഇനി ആ ലജ്ജ ഞാൻ വീണ്ടും തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും അത്തരം കാര്യം. അപ്പൊ ജീവിതകാലത്തൊരാൾ എങ്ങനെ കുളിക്കണ്ട്? നിങ്ങൾ നോക്കി, ഞാനൊരു പോയിന്റ് പറയാം. ഞാനിപ്പോ നമ്മൾ മയ്യത്ത് ഒരു പ്രാവശ്യം കുളിപ്പിച്ച് കഴിഞ്ഞിരിക്കണല്ലോ. ഇനി അതിന്റെ 2ഉം 3ഉമാണ്. അതിന്റെ ഇടയിലുള്ള ഇനി കഫൻ ചെയ്യാൻ അവർ ഇരിക്കട്ടെ. അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കണം. ഇത് തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അല്ലാഹു തആല നമുക്ക് സമയവും സന്ദർഭവും തന്ന് ഇനി നമ്മുടെ കുടുംബത്തില് ഒരാൾ മരിക്കുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹ് ശരിയായ രൂപത്തിൽ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനൊക്കെയും അറിഞ്ഞതിന് ശേഷം മതി. എന്നാലും 1-2 സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ എന്നോ പറയേണ്ടിയിരുന്നേന്ന്. അപ്പൊ എന്ത് ചെയ്യാ? ഇസ്തിഹാലത്തിന്റെ ആയിലിന്റെ മസലാണ്. അപ്പൊ ഇതൊക്കെ എന്നോ പറയേണ്ടി. മൂത്രിക്കൽ സുന്നത്വാണ്. എന്റെ സഹോദരിമാര്, ഞാനൊരു മയ്യത്ത് കുലിയാണെങ്കിലും പുതിയ ശ്രോതാക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി പറയാ. കാര്യം നമ്മള് സ്ഖലനത്തിന് ശേഷം സ്ഖലനം കാരണം നിർബന്ധമായ കുലിയാണ്. അങ്ങനെ മൂത്രിക്കാതെ നമ്മൾ കുളിച്ചു. മൂത്രിക്കൽ സുന്നത്തുള്ളൂ. പക്ഷേ മൂത്രിക്കാതെ കുളിച്ച കാരണം കുലി കഴിഞ്ഞതിന് ശേഷം മൂത്രം ഒഴിച്ചപ്പോ വീണ്ടും മനിയ് പുറപ്പെട്ടു. രണ്ടാമത്തം വീണ്ടും കുളിക്കേണ്ടി വരും. ആ ഒരു മസാല പറഞ്ഞപ്പോ ഉസ്താദെ മൂത്രമൊഴിക്കൽ സുന്നത്തുള്ളല്ലോ, പിന്നെങ്ങനെ കുലി നിർബന്ധമാവുകയാണ്? മൂത്രം മനിയ് തങ്ങി നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനാണ് മൂത്രമൊഴിക്കൽ കുലിക്കുന്നതിന് മുമ്പ് സുന്നത്തായത്. ഏത്? സ്ഖലനം പോലത്തെ കാര്യങ്ങളെ കൊണ്ട് കുലി നിർബന്ധമായതാണെങ്കിൽ. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ഇല്ല, മൂത്രമൊഴിച്ചതിന് ശേഷം വന്നില്ല, എനിക്ക് രണ്ടാമത് കുലിക്കണ്ട. പക്ഷെ മൂത്രമൊഴിച്ചതിന് ശേഷം വീണ്ടും വന്നാലോ ആ പുരുഷനാണെങ്കിൽ അവൻ കുലിക്കേണ്ടി വരും. പെണ്ണാണെങ്കിലോ
നമ്മുടെ റെക്കോർഡ് ക്ലാസ് റൂമിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ പുതിയ വല്ല സഹോദരിമാരും ആരെങ്കിലും ചിലപ്പം ആ ക്ലാസ് എടുത്തപ്പോ കല്യാണത്തിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സൽക്കാരത്തിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് നെറ്റ് കിട്ടിയില്ല, റീചാർജ് ചെയ്യാൻ കൂടിയില്ല, അല്ലെങ്കിൽ നെറ്റിൽ ഹെറർ കുടുങ്ങി, ഇത് കാരണം ഞാൻ ആ ക്ലാസ് കേട്ടിട്ടില്ല എന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരു ഭർത്താവ് ഒരു സ്ത്രീയിൽ ബന്ധപ്പെട്ടു, ആ ബന്ധപ്പെട്ടതിനു ശേഷം അവൾ കുളിച്ചു വൃത്തിയായി നിസ്കരിച്ചു. പക്ഷേ ആ സ്ത്രീ മൂത്രമൊഴിക്കാനിരുന്നപ്പോൾ വീണ്ടും അതാ മനിയ് വരുന്നു എങ്കിൽ ഈ പെണ്ണ് രണ്ടാമത്തെ പ്രാവശ്യം കുളിക്കണോ കുളിക്കണ്ടേ? ഒറ്റ വാക്കിൽ കുളിക്കണം എന്നും പറയാൻ പറ്റില്ല, കുളിക്കണ്ട എന്നും പറയാൻ പറ്റില്ല, വിശദീകരണമുണ്ട്. ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു, ആ ഭർത്താവ് അവളിൽ ബന്ധപ്പെട്ട നേരത്ത് അവളുടെ വികാരം ഇളകി പുറപ്പെടുന്ന രൂപത്തിലുള്ള ബന്ധപ്പെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ പുരുഷന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് രണ്ടാമത് വന്നാൽ ആ മനിയിൽ ഇവളുടെ മനിയും ഇഖ്തിലാത്തിന് കലരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് ആ പെണ്ണ് കുലിയുടെ ശേഷം മൂത്രമൊഴിക്കുമ്പോ പുരുഷന്റേതായ മനിയ് സ്ത്രീയിൽ നിന്ന് കുലിയുടെ ശേഷം പുറപ്പെട്ടാൽ വികാരം ഇളകി പുറപ്പെടുന്ന രൂപത്തിലുള്ള ബന്ധപ്പെടലാണ് നടന്നിട്ടുള്ളതെങ്കിൽ ആ പെണ്ണ് രണ്ടാമത്തെ പ്രാവശ്യം കുളിക്കൽ നിർബന്ധമാണ്. അതല്ല, ഈ സ്ത്രീ ആ വിവരേ അറിഞ്ഞിട്ടില്ല, ഭർത്താവ് ബന്ധപ്പെട്ടെങ്കിലും അവൾ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു, അവൾക്ക് വികാരങ്ങളൊന്നും വന്നിട്ടില്ല, ആ നിലക്കാണ് ഭർത്താവിന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് കുലിയുടെ ശേഷം വന്നതെങ്കിൽ ഇവിടെ സ്ത്രീക്ക് വികാരം ഇളകി പുറപ്പെടാത്തത് കൊണ്ട് ഈ പുരുഷന്റെ മനിയിൽ സ്ത്രീയുടെ മനിയ് ഇടകലരാൻ ഇഖ്തിലാത്താവാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ആ പെണ്ണ് രണ്ടാമത് കുളിക്കേണ്ട ആവശ്യവുമില്ല എന്ന് ഞാൻ പുതിയ വല്ല ശ്രോതാക്കളായ സഹോദര സഹോദരിമാരും ഉണ്ടെങ്കിൽ ഒരു നിർബന്ധമായ മസ്അല എന്ന നിലയ്ക്ക് ഞാൻ ഇടയിൽ ഉണർത്തിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ശ്രദ്ധിക്കണം. ജീവിതകാലത്ത് നമ്മൾ കുളിക്കുമ്പോൾ ചെയ്യേണ്ടതെന്താ? ആദ്യം മൂത്രമൊഴിക്കും, എന്നിട്ട് കാഷ്ടിക്കണമെങ്കിൽ കാഷ്ടിക്കും. ഇത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? കയ്യും മീൻകാലും വെക്കും, ചലിന്തോ നോക്കും, അല്ലെ? തലയിൽ വെള്ളമൊഴിക്കുന്നതിന്റെ മുമ്പ് കയ്യും മീൻകാലും വെക്കും, ചലിന്തോ നോക്കും, വിരലുകളുടെ നഖത്തിന്റെ ഇടയിൽ അതൊക്കെ എന്ത് ചെയ്യും? വൃത്തിയാക്കും. എന്നിട്ട് നമ്മളൊന്ന് ബ്രഷ് ചെയ്യും, അല്ലെ? എങ്ങനത്തെ നമ്മൾ കുളിക്കല്? ഒന്ന് ബ്രഷ് ചെയ്യും. ആ ബ്രഷ് ചെയ്യുന്നതിന്റെ ഇടയിലായി നമ്മളെ മൂക്കിലെ അശന്തയ്ക്ക് എന്താക്കും? കയ്യിന്റെ വിരലൊക്കെ തിങ്ങാണ്ടൊന്ന് വൃത്തിയാക്കും. സാധാരണ നമ്മൾ മയ്യത്തിന്റെ മൂക്ക് വൃത്തിയാക്കുമ്പോ കയ്യിൽ എന്ത് വേണം? സീല ചിറ്റണം, അല്ലെ? വിരലുമ്പോ സീല ചിറ്റണം. അത് നമ്മൾ പറഞ്ഞു. സാധാരണ ഇപ്പൊ നമ്മളെ മൂക്ക് വൃത്തിയാക്കുമ്പോ നമ്മൾ സീലൊന്നും മൂക്കിൻ വൃത്തിയാക്കി. ഇനി സുന്നത്തെന്താ? നിർബന്ധമായ കുളിക്കുന്നതിന് മുമ്പ് ഒരു ഒളു ഉണ്ടാക്കൽ സുന്നത്താണ്. എത്ര ആൾ ഉണ്ടാക്കുന്നുണ്ട്? ഇല്ല എന്നുള്ള സത്യം. നല്ലൊരു ശതമാനം ആളുകൾ ഉണ്ടാക്കുന്നില്ല. എന്ത്? നിർബന്ധമായ കുലിയുടെ മുന്നൊരു ഒളുണ്ടാക്കുന്നുണ്ട്? ഇല്ല. വാസ്തവത്തില് നമ്മൾ കാഷ്ടിച്ചു, മൂത്രിച്ചു, കയ്യും കാലക്കും വൃത്തിയാക്കി, ബ്രഷ് ചെയ്തു, മൂക്കിലെ അശന്തക്കൊന്ന് തുമ്പിത്തൂരി ഒക്കെ ഒന്ന് വൃത്തിയാക്കി, എന്നിട്ട് നമ്മൾ എന്താക്കും? ഒരു ഒളു ചെയ്യണം. പൂർണ്ണമായി സാധാരണ നിസ്കരിക്കാൻ വേണ്ടി ഒളു ചെയ്യുന്നത് പോലെ ഒരു ഒളു ചെയ്യൽ സുന്നത്താണ്. ആ ഒളുവും ചെയ്തതിനു ശേഷമാണ് തലയിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. ഇനോ ഈ ഒരു രൂപം ഒരു ജീവിതകാലത്ത് ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായ കുളിക്കേണ്ട രൂപത്തിലുള്ള ഒരു കുളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അവനെ സംബന്ധിച്ച് അവിടെ ഇഷ്കാലില്ല. എന്ത് ഇഷ്കാലില്ല? ഒളുണ്ടാക്കി കൊടുക്കേണ്ടത് ആദ്യാണോ അവസാനാണോ എന്ന ഒരു ഇഷ്കാൽ അവിടെ വരികയില്ല. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് എല്ലാരോടും പറയുന്നു, മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം നാടുകളിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. എനിക്കതറിയില്ല, ഇല്ലേ? എനിക്കതറിയില്ല. ഇപ്പൊ ഈ ക്ലാസ് റൂമില് ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്തവരൊക്കെ എസ് അടിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എസ് അടിക്കും. പക്ഷേ അവരൊക്കെയും ജീവിതകാലത്ത് മയ്യത്ത് സ്വന്തം നിർബന്ധമായ കുലിയും സുന്നത്തായ കുലിയും കുലിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്ത് കുലിക്കേണ്ട അതേ രൂപം തന്നെയാണ് മയ്യത്തിനെ കുലിപ്പിക്കേണ്ടത്. ഒന്ന് നമ്മൾ കുലിക്കാണ്, മറ്റൊന്ന് മയ്യത്തിനെ കുലിപ്പിക്കുകയാണെന്ന് മാത്രം. അതും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ
കുറെ തെറ്റായ ധാരണകളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. നമ്മൾ ഈ വിഷയം മനസ്സിലാക്കി ഒരു നാട്ടിൽ ചെന്ന് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആദ്യം വുളൂ ചെയ്തു കൊടുക്കുമ്പോ കാരണവന്മാര് ചൂടായേക്കാം, അല്ലെങ്കിൽ സ്ഥിരം മയ്യത്ത് കുളിപ്പിക്കാൻ കൂടുന്നവർ ചൂടായേക്കാം. ഇജെന്താ ഒലുണ്ടാക്കി കൊടുക്കുന്നത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇട്ട് തന്നത്. സുഹൃത്തെ, നീ നിർബന്ധമായ കുലി നിന്റെ ജീവിതത്തിൽ കുലിക്കുമ്പോ കുലിയുടെ മുമ്പ് ഒരു സുന്നത്തില്ലേ? അതെന്താ? വുളൂ ചെയ്യുക. അത് കുലിയുടെ മുമ്പാണോ ശേഷാണോ? ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ പറയും കുലിയുടെ മുമ്പാണ്. ഓക്കെ, എന്നാ മയ്യത്ത് കുലിപ്പിക്കുമ്പോഴും ഒന്നുണ്ടാക്കി കൊടുക്കേണ്ടത് വുളൂഇന്റെ കുലിയുടെ മുന്നെയാണ് എന്ന മസ്അല, രണ്ട് മസ്അല അവനെ ബോധ്യപ്പെടുത്താൻ ഇത്തരം ഉദാഹരണത്തിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒന്നുകൂടി ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ കുലിപ്പിക്കാനുള്ള കട്ടിലിലേക്ക് മയ്യത്തിനെ കിടത്തി. അവരെഞ്ഞിപ്പോ വെള്ളത്തിന്റെ വിഷയമൊന്നും പറഞ്ഞില്ല. ചൂടുവെള്ളം വേണ്ട, സാധാ പച്ചവെള്ളമാണ്, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ കുളിപ്പിക്കുന്നതിന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. പുതിയ ശ്രോതാക്കളെ ഞാൻ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരികയാണ്. ഞാൻ പറയുന്നു, അങ്ങനെ കുളിപ്പിക്കുന്ന കട്ടിലിലേക്ക് കടത്തി ആ മയ്യത്തിനെ ചാരിയിരുത്തുക. ചാരിയിരുത്തേണ്ട രൂപം കുളിപ്പിക്കുന്നവന്റെ വലത്തേക്കാലും മയ്യത്ത് കട്ടിലിലേക്ക് കയറ്റി വെച്ച് മയ്യത്തിന്റെ മുതുക് ഈ കുളിപ്പിക്കുന്നവന്റെ വലത്തെ മുത്തിൻകാലിലേക്ക് ചേർത്തി വെച്ച് അവന്റെ വലത്തെ കൈയിന്റെ മുൻകൈയ്യ് ആ മുൻകൈയ്യ് പെരടിയുടെ ഭാഗത്ത് വെച്ച് തല തൂങ്ങാതിരിക്കാൻ വലത്തെ കൈയിന്റെ മുൻകൈയിന്റെ തള്ളാം വിരല് അവന്റെ പിരടിയുടെ മുകളിലുള്ള കുഴിയുടെ ഭാഗത്ത് വെക്കുക, തല തൂങ്ങാതിരിക്കാൻ. അങ്ങനെ കുളിപ്പിക്കുന്നവൻ ഇടത്തെ കൈ കൊണ്ട് മയ്യത്തിന്റെ വയറൊയ്യുക. നല്ല ശക്തിയായ രൂപത്തിലല്ല, മെല്ലയുമല്ലാത്ത ഒരു ഇടത്തരം അമർത്തലോട് കൂടെ കൈ കൊണ്ട് ഉയ്യുക. ആ സമയത്ത് കുളിപ്പിക്കാൻ സഹായിക്കുന്നവൻ വെള്ളം ഒഴിച്ചും കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശമെല്ലാം മൂത്രവും കാഷ്ടവുമെല്ലാം പുറത്തു പോന്നിട്ടുണ്ട് എന്ന് ഉറപ്പായതിന്റെ ശേഷം മയ്യത്തിനെ കട്ടിലിൽ മലർത്തിക്കിടത്തുക. എന്നിട്ട് കുളിപ്പിക്കുന്നവന്റെ ഇടത്തെ കയ്യുമ്മ ശീല നിർബന്ധമായും ചുറ്റി മയ്യത്തിന്റെ മുന്തുവാരവും പിന്തുവാരവും കഴുകിക്കൊടുക്കുക. അതിനു ശേഷം ആ ശീല എടുത്ത് കളയുക. എന്നിട്ട് കനമില്ലാത്ത വേദനയാവാത്ത രൂപത്തിലുള്ള നല്ല ഈർക്കലി കഷ്ണം എടുത്ത് മയ്യത്തിൻ്റെതായ നഖത്തിന്റെ അടിയിലുള്ള കാലിന്റെയും കയ്യിന്റെയും വിരലുകളുടെ നഖത്തിന്റെ അടിയിൽ ചളികളുണ്ടെങ്കിൽ ആ ചളികളൊക്കെയും നീക്കിക്കളഞ്ഞ് ഇടത്തെ കൈയിന്റെ ചെറിയ വിരലുമ്മ ശീല ചിറ്റിച്ച് മയ്യത്തിന്റെ രണ്ട് മൂക്കിന്റെ ദ്വാരം വൃത്തിയാക്കുക. പിന്നീട് വലത്തെ കൈയിന്റെ ചൂണ്ടാനി വിരലുമ്മ ശീല ചുറ്റി മയ്യത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. വ്യക്തമായി പറയുന്നു, അവിടെ നമ്മൾ പല്ല് തുറക്കരുത്. പല്ല് തുറന്നാൽ വെള്ളമൊക്കെ അകത്തേക്ക് പോവാൻ സാധ്യതയുണ്ട്. പല്ല് തുറക്കാത്ത, അകത്തി പിടിക്കാത്ത രൂപത്തിൽ പല്ലിന്റെ മുകൾ ഭാഗത്തിലൂടെ ശീലകഷ്ണം കയ്യിന്റെ വിരലുമ്മ ചുറ്റി നമ്മൾ മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. അതിനുശേഷം പൂർണ്ണമായ രൂപത്തിൽ മയ്യത്തിനൊരു വുളൂ ചെയ്തു കൊടുക്കുക. വുളൂ ചെയ്തു കൊടുക്കുമ്പോ വായയിൽ വെള്ളം കുപ്പിളിക്കുന്ന സമയത്തും മൂക്കിൽ വെള്ളം കൊടുക്കുന്ന സമയത്തും കീപ്പോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി മുഖം അല്പം ചെരിച്ചു പിടിക്കുക. അങ്ങനെ പൂർണ്ണമായും ഒളുണ്ടാക്കി കൊടുക്കുക. ഒളുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ആരാണോ ഒളുണ്ടാക്കി കൊടുക്കുന്നത് അവൻ നിയ്യത്ത് വെക്കുക. ആ ഒളുണ്ടാക്കി കൊടുത്തതിന്റെ ശേഷം വുളൂഇന്റെ ശേഷമുള്ള ദുആ കൊണ്ടുവരിക. ആ ദുആയിൽ അല്ലാഹുമ്മ ജ്അൽനി എന്നുള്ളിടത്ത് വഇയ്യാഹു എന്ന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വഇയ്യാഹു മയ്യത്ത് എന്ന നിയ്യത്ത് പ്രകാരം, അതല്ലെങ്കിൽ ആണാണെങ്കിൽ അല്ലാഹുമ്മ ജ്അൽനി വഇയ്യാഹു എന്നും മയ്യത്ത് പെണ്ണാണെങ്കിൽ അല്ലാഹുമ്മ ജ്അൽനി വഇയ്യാഹ എന്നും വേർതിരിച്ചു പറയാം. അങ്ങനെ ആ ദുആയും കഴിഞ്ഞതിനു ശേഷം ആദ്യമായി മയ്യത്തിന്റെ തലയും താടിയും കഴുകുക. സോപ്പും വെള്ളമെല്ലാം ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം മയ്യത്ത് മലർന്ന് കിടക്കുകയാണല്ലോ. മയ്യത്തിന്റെ വലഭാഗത്തിന്റെ മുൻഭാഗം, നമ്മുടെ പെരടി മുതൽ ചെരിപ്പടിക്കാല് വരെയുള്ള വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകുക. അതിന്റെ ശേഷം മയ്യത്തിന്റെ മുൻഭാഗത്തിന്റെ ഇടതുഭാഗത്തിന്റെ മുൻഭാഗം കഴുകുക. എന്നിട്ട് മയ്യത്തിനെ ഇടതുഭാഗത്തിലേക്ക് ചെരിച്ചു കിടത്തുക. ശേഷം മയ്യത്തിന്റെ വലഭാഗത്തിന്റെ ബാക്കുഭാഗം കഴുകുക. ശേഷം മയ്യത്തിനെ വലഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി ബാക്കുഭാഗത്തിന്റെ ഇടതുഭാഗം കഴുകുക. ശേഷം തല മുതൽ മൂർധാവ് മുതൽ എന്ത് ചെയ്യുക? ചെരിപ്പടിക്കാൽ ഉൾപ്പെടെ നല്ല ശുദ്ധമായ
അല്പം കൽപ്പൂരം ചേർത്ത്, വെള്ളം പകർച്ചയാവുന്ന രൂപത്തിൽ കൽപ്പൂരം കലക്കരുത്, വെള്ളം അല്പം കൽപ്പൂരം ചേർത്ത് മൂർധാവ് മുതൽ ചെരിപ്പടിക്കാല് വരെ ഒന്നായിട്ട് വെള്ളം ഒഴിക്കുക. മനസ്സിലായല്ലോ? മനസ്സിലായോലൊക്കെ രസിച്ചാൽ റേഡിയോ ശ്രോതാക്കളോടല്ല, നമ്മുടെ ക്ലാസ് റൂമിലുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിക്കുന്നു. മനസ്സിലായവർ ഈ ഒരു രൂപം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം മൈക്കെടുത്ത് ചോദിക്കണം. മൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കാം. ഇത് നല്ലൊരു അവസരമാണ്. നമ്മുടെ മഹല്ലത്തുകളിൽ ഒരു പൂർണ്ണമായ മയ്യത്ത് കുലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറുപ്പിന്റെ ഉറപ്പും തുമ്പിയ പോകുന്ന മൂക്കും ഒരാൾക്കും ഇനി ഈ വിഷയത്തിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇപ്പത് ഒരു പ്രാവശ്യം കുളിപ്പിച്ചു കഴിഞ്ഞു, നല്ല ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ നമ്മൾ തലകൈകൊക്കെ കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു. ഇനി രണ്ടാമതും ഇതേ രൂപത്തിൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കുക. മൂന്നാമതും ഒരു പ്രാവശ്യം. പുതിയ ശ്രോതാവാണെന്ന് തോന്നുന്നു, നിയ്യത്തിന്റെ വിഷയം ചോദിക്കുന്നുണ്ട്. നമ്മൾ വ്യാഴാഴ്ചക്കലത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു മസ്അലയാണ്. ഒറ്റവാക്കിൽ പറയാം. മയ്യത്ത് കുലിപ്പിക്കുമ്പോ നിയ്യത്ത് നിർബന്ധം ഇല്ല, നിയ്യത്ത് വക്കൽ സുന്നത്തേയുള്ളൂ. പക്ഷേ മയ്യത്തിന് ഒളുണ്ടാക്കി കൊടുക്കൽ സുന്നത്താണെങ്കിലും നിയ്യത്ത് നിർബന്ധമാണ്. അപ്പൊ മയ്യത്ത് കുലിപ്പിക്കുമ്പോ നിയ്യത്ത് വെക്കാൻ മറന്നാൽ കുലിക്ക് യാതൊരു കുഴപ്പവുമില്ല. അവരെ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. പുതിയ ശ്രോതാവായിരിക്കാം, അതുകൊണ്ടായിരിക്കും ചോദിച്ചിക്ക. ഞാൻ ആ വ്യക്തിയെ ഉണർത്തുന്നു. ഇതൊരു പ്രാവശ്യത്തോ. ഇനി ഇതേമാതിരി രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെ? തല കഴുകി, വലഭാഗത്തിന്റെ മുൻഭാഗത്തിന്റെ വലഭാഗം കഴുകി, മുൻഭാഗത്തിന്റെ ഇടതുഭാഗം കഴുകി, പിന്നെ ഇടതുഭാഗത്തേക്ക് ചരിച്ച് വലഭാഗത്തിന്റെ ബാക്ക് കഴുകി, പിന്നെ വലഭാഗത്തേക്ക് ചരിച്ച് പിൻഭാഗത്തിന്റെ ഇടതുഭാഗം കഴുകി. അങ്ങനെ കഴുകിക്കഴിഞ്ഞ് വീണ്ടും മൂർധാവ് മുതൽ ചെരിപ്പടിക്കാല് വരെ വെള്ളം ഒഴിച്ചു. ഇനി അതേ രൂപത്തിൽ മൂന്നാമത്തെ പ്രാവശ്യവും ഇങ്ങനെ ചുരുങ്ങിയത് 3 പ്രാവശ്യം മയ്യത്ത് കുലിപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു സംശയം തീരാ. ഞാൻ വേറൊരു വിഷയം പറയാം. സാധാരണ നമ്മൾ ഒലുണ്ടാക്കല് മുമ്മൂന്നിച്ച പ്രാവശ്യം സുന്നത്തല്ലേ അല്ലെ? മുഖം 3 പ്രാവശ്യം കഴുകണം, കൈ 3 പ്രാവശ്യം കഴുകണം, തല 3 പ്രാവശ്യം തടയണം. ഇപ്പൊ നമ്മളെങ്ങനെ ചെയ്യാ? 3 വട്ടം തോലുണ്ടാക്കല അല്ല, 3 പ്രാവശ്യം മുഖം കഴുകിയിട്ട് വലത്തെ കൈ 3 പ്രാവശ്യം കഴുകുക, ഇന്നത്തെ ഇടത്തെ കൈ 3 പ്രാവശ്യം കഴുകുക, എന്നിട്ട് തല 3 പ്രാവശ്യം തടയുക, എന്നിട്ട് ചെവി 3 പ്രാവശ്യം തടയുക, എന്നിട്ട് വലത്തെ കാല് 3 പ്രാവശ്യം കഴുകുക, എന്നിട്ട് ഇടത്തെ കാല് 3 പ്രാവശ്യം കഴുകുക. ഇങ്ങനെയാണ് ഒലുണ്ടാക്കല് അല്ലെ? ഒലുണ്ടാക്കുമ്പോൾ 3 പ്രാവശ്യം സുന്നത്താണ്. മയ്യത്ത് കുലിപ്പിക്കുമ്പോഴും 3 പ്രാവശ്യം സുന്നത്താണ്. പക്ഷേ മയ്യത്ത് കുലിയില് തല 3 വട്ടം കഴുകിയിട്ട് എന്താക്കുക? വലഭാഗത്തിന്റെ മുൻഭാഗം 3 വട്ടം കഴുകുക, മുൻഭാഗത്തിന്റെ ഇടതുഭാഗം 3 വട്ടം കഴുകുക. അങ്ങനെയല്ല. എന്നിട്ട് 3 പ്രാവശ്യം ഒന്നായിട്ട് വെള്ളം ഒഴിക്കുക. അങ്ങനെയല്ല സുന്നത്ത്. പക്ഷേ ഞാനിവിടെ ഒരല്പം വിശദീകരണം ആവശ്യമാണ്. സാധാരണക്കാര് കുടുങ്ങാതിരിക്കാൻ, തെറ്റുധരിക്കാതിരിക്കാൻ. യഥാർത്ഥത്തിൽ മയ്യത്ത് കുലിയുടെ സുന്നത്ത് ഇങ്ങനെയാണ്. ഓരോ പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ച് കുലിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം. അപ്പങ്ങൾ സാധാരണക്കാര് പറയും, ഇതിപ്പെന്താ മൊയിലേ? ഇതിപ്പെന്താ മൊയിലേ? ചെയ്ത പണി പിന്നെയും ചെയ്യിപ്പിക്കുന്നല്ലേ? കാരണം നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി ഇഞ്ഞും സോപ്പേക്കാൻ പോവുക തലമേ, ഇഞ്ഞും ശരീരത്തിൽ സോപ്പേക്കാൻ പോവുക, വെള്ളം പൂണ്ട് ഒഴിച്ച് പിന്നെയും തലയിൽ സോപ്പേക്കുക. ഇതാളെ കൽപ്പിച്ച. പക്ഷെ കിതാബിൽ പറയുന്ന സുന്നത്ത് അങ്ങനെയാണ്. ഇങ്ങനെ 3 പ്രാവശ്യമാണ് ചുരുങ്ങിയതിൽ നിന്ന് ഏറ്റവും പരിപൂർണമായ രൂപം. അതല്ല 5 പ്രാവശ്യം ഈ പറഞ്ഞ രൂപത്തിൽ മയ്യത്ത് കുലിപ്പിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല ഏറ്റവും പരിപൂർണമായ രൂപത്തില് 7 പ്രാവശ്യമാണ്. നമ്മൾ ഒന്നാമത്തെ രൂപം പറഞ്ഞല്ലോ, അതേ രൂപത്തില് 7 പ്രാവശ്യം മയ്യത്തിനെ കുലിപ്പിക്കണം. പക്ഷെ അതിപ്പോ നമ്മളെ കൊണ്ട് നടക്കില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ കോലത്തിൽ എന്നെ ഒരു 3 വട്ടം കുലിപ്പിക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പോ സാധാരണ ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. ഈ വിഷയം കേട്ടവർ നടക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയാം. ആർക്കെങ്കിലും മൈക്കെടുത്ത് പറയാന്ന് ഇപ്പോ ഞാൻ അവസരം തരാം. എന്ത് ചെയ്യും? ഇതുവരെ നമ്മള് ആദ്യം ശരീരത്തിലേക്ക് ഒന്നായിട്ടത് വെള്ളം ഒഴിക്കുന്ന പതിവായിരുന്നു, അത് നിർത്തിവെക്കും.
അല്ലെങ്കിൽ ഒളൂ ലാസ്റ്റ് ചെയ്തു കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അതും നിർത്തിവെച്ചേക്കാം. എന്റെ ഇപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ അത് കുളിപ്പിക്കും. ഒരു പ്രാവശ്യം ഒളുക്ക് ഉണ്ടാക്കി കൊടുത്തു, തല കഴുകി, വലഭാഗത്തിന്റെ മുൻഭാഗം കഴുകി, മുൻഭാഗത്തിന്റെ വലഭാഗം കഴുകി, പിന്നെ മുൻഭാഗത്തിന്റെ ഇടതുഭാഗം കഴുകി, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു കിടത്തി വലതുഭാഗവും ഇടതുഭാഗവും കഴുകി. എന്നിട്ട് എന്താ ഇപ്പൊ അഞ്ഞ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയല്ല. ക്ക് വേണ്ടി കൂടി പറയുന്നു. തൊഹിഫ പോലത്തെ കിതാബിൽ പറയുന്നു, മുസ്നി ഇമാമിന്റെ അഭിപ്രായം എന്താ, ഒളൂഇനെ മടക്കലും സുന്നത്താണ്. ഓരോ നമ്മള് 3 പ്രാവശ്യം കുളിപ്പിക്കുന്ന രൂപം പറഞ്ഞല്ലോ, ആ ഓരോ പ്രാവശ്യത്തിലും ഒളൂഇനെയും മടക്കണം. എന്തിന്റെ ആവശ്യമില്ല, ഈ വയറുയ്യ, മൂക്ക് വൃത്തിയാക്കുക, അതുപോലെ തന്നെ കയ്യിന്റെയും കാലിന്റെയും നഖത്തിന്റെ ചളി കളയുക, അങ്ങനെ അത് മടക്കൽ സുന്നത്തില്ല. ഈ നമ്മൾ ഫസ്റ്റിൽ അടക്കം ചെയ്തതിന് ശേഷം ഒന്നുണ്ടാക്കി കൊടുത്തിട്ടാണല്ലോ തല കഴുകാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഈ ആദ്യത്തെ പ്രാവശ്യം ഒഴുക്കുവെള്ളം ഒഴിച്ചതിന്റെ ശേഷം രണ്ടാമത് ഒന്നുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് തല കഴുകാൻ തുടങ്ങുക, എന്നിട്ട് തലക്ക് കഴുകി ഭാഗങ്ങളൊക്കെ കഴുകി ഒഴുക്കുവെള്ളം ഒഴിച്ചു, മൂന്നാമത് വീണ്ടും ഒന്നുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് തല കഴുകുക, ഭാഗങ്ങളൊക്കെയും ആ സുന്നത്ത് പ്രകാരം ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം. ഈ 3 പ്രാവശ്യത്തിലും ഒളൂഇനെയും മടക്കൽ സുന്നത്താണെന്ന് വസ്തഹബ്ബൽ മുസ്നി ഇആദത്തിൽ ഒളൂഇ, ഒളൂഇനെ മടക്കൽ സുന്നത്താണെന്ന് മുസ്നി ഇമാം അഭിപ്രായപ്പെട്ടതായി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹഫ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് കാണാം. അപ്പൊ ആർക്കെങ്കിലൊക്കെയും ഞാൻ ആ ഒരു സുന്നത്ത് കൂടി എന്റെ പിതാവിന്, എന്റെ ഉമ്മാക്ക്, എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നടക്കും എന്നെനിക്ക് അഭിപ്രായമില്ല. അത് വേറെ കാര്യം. ഏതായിരുന്നാലും ഇങ്ങനെ 3 പ്രാവശ്യമാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. 3 നിൽക്കട്ടെ, 7 ഇപ്പൊ നമ്മളത് കടക്കണ്ട. കാരണം നടക്കാത്ത കാര്യം പറഞ്ഞ് ഞാൻ ഇപ്പൊ കുറേ അത് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നടന്നിട്ടാൽ മതി. എന്നാൽ തന്നെ അൽഹംദുലില്ലാ ഒരു റാഹത്തുള്ള മയ്യത്ത് കുലിയാവും അല്ലേ. പിന്നെ അവിടെ ഇന്നലെ ക്ലാസ് കേട്ടൽ, ഇന്നലെ മിഞ്ഞാനൊക്കെ ക്ലാസ് കേട്ടവര് ഇങ്ങളൊരു ഇഷ്കാലാക്കിയിട്ടുണ്ട്. ആ ഇഷ്കാലൊക്കെ തീർക്കാണ്. സാധാരണ ഇപ്പൊ എന്താണ്, നമ്മള് മുൻഭാഗത്തിന്റെ വലഭാഗം കഴുകി മുൻഭാഗത്തിന്റെ ഇടഭാഗം കഴുകിയിട്ടാണ് പിന്നെ ബാക്ക് ഭാഗത്തിന്റെ വലഭാഗം ഇടഭാഗം കഴുകുന്നത്. അപ്പൊ അവരെ 1-2 ആൾക്കാരിനോട് വിളിച്ച് ചോദിച്ചത്, ഞാൻ ആർക്കെങ്കിലും ഇഷ്കാലുണ്ടെങ്കിൽ തീരാൻ വേണ്ടി പറയാണ്. അപ്പൊ ഒളു നിങ്ങൾ പുതിയ ആളെന്നേട്ടോ, വേണ്ടേ? അതേതാ പീട്ടി ആരാ ഇപ്പൊ നാട്ടാ നിയ്യത്ത് ചോദിച്ച വ്യക്തി വീണ്ടും അദ്ദേഹം പുതിയ ആളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഒളു ആദ്യാണ്. പുതിയ ശ്രോതാക്കൾ ക്ലാസ് റൂമിൽ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, ഒളു ആദ്യമാണ്. ഒളു ഞാൻ പറഞ്ഞ കോലങ്ങൾ കേട്ടില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴേ ബിരിയാണിയാണ്, കഫ്സയാണ്, കുഴിമന്തിയാണ് പറഞ്ഞാൽ അമിതായ ആർക്കും വെറുപ്പാവും. സംഗതി എല്ലാവർക്കും ഇഷ്ടേക്കാലം, പക്ഷെ അമിതായാൽ ആർക്കും വെറുപ്പാവും. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ ശ്രോതാക്കൾ കടന്നു വന്ന്, പക്ഷെ നിങ്ങളെല്ലാവരും സഹകരിക്കുക, എല്ലാവരും ഇഷ്കാലും തീരട്ടെ. അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഫുള്ള് കേട്ടവരൊക്കെ തൽക്കാലം ഒരു ശ്രോതാവിന് ഇനി ഒരു വിഷയത്തിൽ ഇഷ്കാലുണ്ടാവരുത് എന്ന നിലയ്ക്ക് ഒരു അദ്ദേഹം പുതിയ ശ്രോതാവാണെന്ന് അടിക്കുന്നുണ്ട്. ഹബീബിനോട് ഞാൻ പറയുന്നു, ഒളൂഇന് മയ്യത്തിന് ഒളൂ ചെയ്തു കൊടുക്കേണ്ടത് അവസാനമല്ല, കുലിയുടെ ആദ്യത്തിലാണ്. ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ്. പിഴവൊന്നുമില്ല, ഇന്ത്യയൊക്കെ പിഴച്ചിട്ടൊന്നുമില്ല ഈ വിഷയത്തില്. എല്ലാ ഫിഖിന്റെ കിതാബിലും ഇനി വേണ്ടവര് നമ്മളെ തിരുവമ്പാടി KMIC-യിലേക്ക് അതിന്റെ റെക്കോർഡുണ്ട്. എല്ലാ സംശയങ്ങളും തീരുന്ന രൂപത്തിൽ ആ വിഷയമുണ്ട്. അതുകൊണ്ട് പുതിയ ശ്രോതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധ. KP കരീം സാഹിബ് ആരെങ്കിലും ക്ലാസ് റൂമിൽ ഒന്ന് മൈക്കയിലേക്ക് വരണം. ഞാൻ മൈക്ക വരാണ്, കൊല വന്നിട്ടേ എന്തോ ഒരു പ്രശ്നം. അപ്പൊ പലവരുടെയും ഇഷ്കാല് ഈ വലഭാഗം കഴുകി കഴിഞ്ഞിട്ടല്ലേ ഇടതുഭാഗം കഴുകേണ്ടത്. ആ ഇഷ്കാലാണ് ഞാൻ തീർക്കുന്നത്. കാരണം നമ്മളിപ്പോ കുളിപ്പിക്കുമ്പോ മുൻഭാഗത്തിന്റെ 2 ഭാഗം കഴിഞ്ഞിട്ടാണ് ബാക്ക് കഴുകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വലഭാഗം ഫുള്ള് കഴിഞ്ഞതിന്റെ ശേഷമല്ലേ ഇടതുഭാഗം കഴുകേണ്ടത്. അവിടെ മയ്യത്ത് കുലിയിൽ അങ്ങനെയല്ല. എന്തേ കാരണം, നമ്മൾ മുൻഭാഗത്തിന്റെ വലഭാഗം കഴുകി
പിന്നെ നമ്മൾ ഇനി ബാക്കിന്റെ വലഭാഗം കഴുകുമ്പോൾ 2 പ്രാവശ്യം മയ്യത്തിനെ ആവശ്യമില്ലാതെ ചെരിക്കേണ്ടി വരും അല്ലേ? അതെല്ലാവർക്കും ആ രൂപം മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ശ്രോതാക്കളോട്, സംശയമുള്ളവരോട് അതിന് കുലി പേക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കുലി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ആ സംശയം തീർക്കുകയാണ്. അവിടെ മുൻഭാഗത്തിന്റെ വലഭാഗവും ഇടഭാഗവും കഴിഞ്ഞിട്ട് ചെരിച്ച് കിടത്തുകയാണ്. ഇടഭാഗത്തേക്ക് ചെരിച്ച് ബാക്ക് ഭാഗത്തിന്റെ വലതുഭാഗം കഴുകുക, പിന്നെ വലഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി ബാക്ക് ഭാഗത്തിന്റെ ഇടതുഭാഗം കഴുകണം എന്ന ഇഷ്കാല് തീർക്കുന്നു, സംശയം തീർക്കുന്നു. ഇങ്ങനെ 3 പ്രാവശ്യമാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ഇനി ഇതിനു ശേഷം ശരിയായ രൂപത്തിൽ മയ്യത്തിനെ തോർത്തുക. നല്ലവണ്ണം തോർത്തണം, നല്ലവണ്ണം. ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ, നിർബന്ധമായ പല മസാലകളും സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വെള്ളം ചേരാത്ത ഭാഗം, ചായം കൊടുത്ത മുടി, ചെതക്കുറ്റിയ മുടി, ആക്സിഡന്റ് മരണത്തിലൊക്കെയും ഒറ്റിച്ച ഭാഗം, വെള്ളം ചേരാത്ത ഭാഗം, അതൊരു വേറെ വിഷയം. അതൊരു തയമ്മുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തയമ്മത്തെ പറ്റിയൊന്നും സാധാരണക്കാർക്ക് കൂടുതൽ വിവരമില്ലാത്ത പലവരുമുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസുകളിൽ ഒരു മയ്യത്തിന്റെ ശരീരത്തിലേക്ക് വെള്ളം ചേരാത്ത ഭാഗം ഉണ്ടായേക്കാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും വെള്ളം ചേരാത്ത രൂപത്തിൽ നിലച്ച മുടി കറപ്പിച്ച് നടക്കുന്ന പലവരുമുണ്ട് മുഅ്മിനീങ്ങളെ. ഏത് സമയത്താണ് നമ്മുടെ റൂഹ് പിരിയുക അത് നമുക്കറിയില്ല. ആ സമയത്ത് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ തലയിലേക്ക് തലമുടി ചായം കൊടുത്ത കാരണം നമ്മുടെ തലമുടിയിലേക്ക് വെള്ളം ചേരാതെ മയ്യത്ത് കുളിപ്പിച്ച് ആ വെള്ളം കുലി സഹിയായിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും സഹിയല്ല. 10-50 കൊല്ലം നമ്മൾ അല്ലാഹു തആല നമുക്ക് ആയുസ് തന്നു, നമ്മുടെ മുടി നരച്ചു. അതിന്റെ പേരിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വഷൾത്തരമാണ്. അതല്ലെങ്കിൽ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി വെള്ളം ചേരാത്ത രൂപത്തിൽ കഷന്തിത്തല പുരിപ്പിച്ചവരും അതുപോലെ തന്നെ മുടിക്ക് ചായം കൊടുത്തവരൊക്കെയും എന്റെ മരണം ഏതു സമയത്തും ആവാം. ഇനി അവിടുത്തെ മസലപ്പ് എന്തേ കാലം എന്റെ മുടി ആകെ വെള്ളം ചേരാത്ത രൂപത്തിൽ ചായം കൊടുത്തോനാണ്, കോറ്റിങ് ഇട്ട് ചായം കൊടുത്തോനാണ്, കുറെ ദീർഘകാലം നിൽക്കാൻ വേണ്ടി. അബ്ബേ ഞാൻ മരിക്കുന്ന നേരത്ത് വെള്ളം ചേരൂലല്ലോ, ഞാൻ എന്റെ ഒരു നിസ്കാരം പോലും സഹിയാവാതെ ആഖിറത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊരു ചിന്ത സാന്ദർഭികമായി എല്ലാവർക്കും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു പുതിയ ഫിഖിന്റെ മസ്അല, ഈ മുടി നിലച്ച മസ്അല പറഞ്ഞപ്പോ അവിടെ ഒന്ന് സൂചിപ്പിക്കാം. ഇന്നലെ ഞാൻ സിറാജ് വായിച്ചപ്പോ ഒരു എണ്ണയുടെ പരസ്യം കണ്ടു. അതെന്താ നിങ്ങൾക്കൊക്കെ ഞാൻ ഇഷ്കാലാക്കി വിടുകയാണ്. ഇഷ്കാലൊക്കെ നിങ്ങൾ കുറേയൊക്കെ അവനാണ് ചോദിച്ചു മനസ്സിലാക്കണമല്ലോ. കെ ഉസ്താദ് പറയും അബൂദയ്യ ഇഷ്കാലാക്കി വിട്ടുഞ്ഞ എന്താ കാറ്റാൻ, കുറച്ച് ഇഷ്കാലും കിടക്കട്ടെ. അപ്പൊ അതിലൊരു പരസ്യം കണ്ടു, പഞ്ഞി പോലെ വെളുത്ത മുടി പോലും കറക്കുന്നു. അല്ലാത്ത എണ്ണേനല്ലോ, ഇങ്ങനെ പഞ്ഞി പോലെ വെളുത്ത മുടി പോലും എന്താണ് കറക്കുന്നൊരു എണ്ണ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങാന്റെ ഒരു പരസ്യം കാണാണ്ട് ഇവരപ്പം ഞാന് ഈ എണ്ണ വാങ്ങാനല്ല തീരുമാനിച്ചത്. എനിക്കിപ്പോ ആ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ഈ പോക്ക് അങ്ങനെ പോകും. പക്ഷെ ഈ എണ്ണ കൊടുത്ത് മുടി കറപ്പിക്കാൻ പറ്റുമോ? കാരണം ആ എണ്ണ മുടി കറപ്പിക്കാനല്ല, മുടിക്കുള്ള തകരാറ് തീർത്ത് മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് ആ മുടിയെ കറുപ്പിലേക്ക് കൊണ്ടുവരികയാണ്. നേരിട്ട് മുടിയെ കറുപ്പിക്കല്ല. അപ്പൊ നമ്മൾ സാധാരണ മുടി കളപ്പിക്കുന്നത് എങ്ങനെ? നേരിട്ട് മുടിയെ കളപ്പിക്കാൻ. ഇത് മരുന്നുപയോഗിച്ച് എന്താക്കാണ്? ആ മുടിയുടെ ആരോഗ്യ സംരക്ഷണം കൊടുത്ത് മുടി കളപ്പിക്കാം. അപ്പൊ ഈ എണ്ണ തേച്ച് പഞ്ഞി പോലെ നരച്ച മുടി കറുപ്പിക്കുന്നതിന്റെ ഫിഖിന്റെ വിധി എന്തായിരിക്കുന്നതാണ് എന്റെ കൽബിലേക്ക് ആ പരസ്യം കണ്ടപ്പോ വേഗം വന്നത്. പക്ഷെ എന്റെ വിഷയം അതല്ല. കാരണം നമ്മൾ അതൊക്കെ ഒരു വിഷയം എത്തുകൊടുക്കുന്നത് നല്ലതാണോ. ഞാൻ വിഷയം മാറിയല്ല, കരീം ഉസ്താദ് പറഞ്ഞ മാതിരി ശ്രോതാക്കളുടെ കൂട്ടത്തിൽ പലരും പല ചിന്താഗതിക്കാരാണ്. എല്ലാവരും നല്ലതിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ഞാൻ ഉണർത്തിയത് മാത്രം. അപ്പൊ അതുകൊണ്ട് മരിക്കാൻ നേരത്തൊക്കെ അമ്മാതിരി മുദ്യം വെച്ചിങ്ങാണ്ട് നമ്മൾ മരിക്കുമ്പോ വലിയ അപകടമാണ്. വെള്ളം ചേരാത്ത ചെതക്കുറ്റിയ മുടികളുണ്ടാവും. ചില സഹോദരിമാരുടെ ശരീരത്തിലേക്ക് മുടി ചെതക്കുറ്റിച്ച്. അപ്പൊ അതിലൊക്കെ ഇസ്ലാമിക നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. അത് നമുക്ക് സെപ്പറേറ്റ് ആയി. ഇനി കുളിപ്പിക്കൽ കഴിഞ്ഞ ഉടനെ എന്താണ് കാഷ്ടം വന്നു, മൂത്രം വന്നു, അതുപോലെ തന്നെ കഫൻ ചെയ്തതിന്റെ ശേഷം കാഷ്ടം മൂത്രവും വായയിലൂടെ രക്തക്കും വരും.
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അറ്റാക്കായി മരിച്ച രോഗികളാണെങ്കിൽ മരിച്ചതിനു ശേഷവും വായയിലൂടെ രക്തം വരുമെന്നൊക്കെയും പലവരും അനുഭവസ്ഥരും പറയുന്നു. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയും ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. അത് ചർച്ചകളൊക്കെയും ശേഷം വരും. അപ്പൊ ഏതായാലും നമ്മൾ ഇങ്ങനെ 3 പ്രാവശ്യം കുളിപ്പിച്ചു. ശരിയായ രൂപത്തിൽ മയ്യത്ത് തോർത്തുക, മയ്യത്തിനെ തോർത്തുക. അതിന്റെ കെണുപ്പുകളും കാര്യങ്ങളും, കാരണം നമ്മുടെ കഷം അതുപോലെ തന്നെ കാലിന്റെ മുട്ട് പോലത്തെ ചൊലിഞ്ഞ സ്ഥലങ്ങളിലൊക്കെയും വെള്ളത്തിന്റെ നനവ്, ചീതം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മയ്യത്തിന്റെ ശരീരത്തിൽ ചീതമുണ്ടായാൽ ഏത് മയ്യത്തും ഖബറിൽ വെച്ചാൽ നശിക്കും. ഏത്? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര്, സ്വാലിഹീങ്ങള്, അതുപോലെ തന്നെ അള്ളാഹു തആലാന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ ശമ്പളം ആഗ്രഹിക്കാതെ ബാങ്ക് കൊടുത്തവര്, ഇങ്ങനത്തെക്കും കുറച്ച് മഹാന്മാരായി രക്ഷപ്പെടും. പിന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലൊന്നും മരിച്ചാൽ മയ്യത്ത് നശിക്കൂലാന്ന്. അതിലങ്ങനെ മസലൊന്നുമില്ല. അവരും നശിക്കാം. പക്ഷെ അവർക്ക് മറ്റു ദിവസങ്ങളിൽ മരിക്കുന്നവരെക്കാൾ വലിയ സ്ഥാനമാനങ്ങളും ഖബറിലെ ശിക്ഷക്കളവും ചോദ്യങ്ങൾക്ക് എളുപ്പമാർഗങ്ങളൊക്കെയും അങ്ങനത്തെ പ്രത്യേകതയാണുള്ളത്. അല്ലാതെ തീരെ വെള്ളിയാഴ്ച രാവിലെ മരിച്ചോല് മയ്യത്ത് പോലും നശിക്കൂല, അങ്ങനെ ഒന്നുമില്ല. മയ്യത്ത് നശിക്കും. ഇദാ മാത ഇൻസാനുൻ ഖംസുൻ ലി ഖംസതി വലഹ്മുൻ ലി ദീദാനിൻ വഅൽമുൻ ലി തുർബതി വമാലുൻ ലി ഉവാസിൻ وروح لقابل وأمل لمظلوم فعلمنا بيقلتي. ഒരു വ്യക്തി മരിച്ചാൽ 5 കാര്യം 5 ആൾക്കാർ വിഹിതം വെക്കും. വലഹ്മുല്ലി ദീദാനിൻ, മാംസം പുഴുക്കലു തിന്നും. വാലുമുല്ലി തുറുബത്തി, എല്ല് മണ്ണിലും നുരുമ്പിപ്പോകും. പിന്നെ നുരുമ്പിപ്പോവാത്ത ഒരു എല്ലുണ്ട്. പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ നമ്മുടെ ഊരയുടെ ഭാഗത്തിൽ ഒരു പ്രത്യേകമായ ഒരു എല്ലിന്റെ ഒരു മണിയുണ്ട്, അതൊരിക്കലും നശിക്കുകയില്ല എന്നൊക്കെയും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നേരത്ത് കാണുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഏതു മയ്യത്തും സാധാരണ മയ്യത്തുകളൊക്കെയും പെട്ടെന്ന് നുരുമ്പി നശിച്ചു പോകും. പക്ഷെ ശരീരത്തിൽ വെള്ളത്തിന്റെ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് മയ്യത്ത് നശിക്കാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം തോർത്തുക. അവിടെ എന്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു മയ്യത്തിന്റെ തലമുടി തോർത്തുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും തലയിൽ നിന്നും മുടി കൊഴിഞ്ഞു പോയാൻ സാധ്യതയുണ്ട്. കൊഴിഞ്ഞു പോരുന്ന മുടി നമ്മുടെ വെള്ളത്തിലേക്ക് നിലത്ത് വീഴാതിരിക്കാനും അത് അങ്ങനെ കുളിപ്പിക്കുന്ന വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാനൊക്കെയും ശ്രദ്ധ വേണം. കാരണം ആ കൊഴിഞ്ഞു പോന്ന രോമങ്ങള് അതിനെ കൊഴിച്ചിടൽ നിർബന്ധമാണ്. ആ കഫൻ തൊടിയിൽ തന്നെ മയ്യത്തിന്റെ കൂടെ വെക്കല് പ്രത്യേകം ശ്രദ്ധത്താണ്. അപ്പൊ അങ്ങനെ പോന്ന മുടികളുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് മയ്യത്തിനെ കഫൻ ചെയ്യുന്ന സമയത്ത് അതിപ്പോ തലയുടെ ഭാഗത്തയക്കോന്നില്ല, ആ മയ്യത്തിന്റെ കഫൻ തുണിയിലായി ആ മുടികൾ വെക്കല് പ്രത്യേകം സുന്നത്താണെന്ന് ത്വയ്ഫ പോലത്തെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു. അങ്ങനെ തോർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, പലവരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ സുന്നത്തേത്. നമ്മൾ മരിച്ച ഉടനെ ഒരു മയ്യത്തിന്റെ കെണുപ്പുകൾ മയമാക്കുന്ന വിഷയം പറഞ്ഞല്ലോ, അതേ രൂപത്തിൽ ആ കെണുപ്പുകൾ മയമാക്കുക എന്ന ആ സുന്നത്ത് മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും കെണുപ്പുകൾ മയമാക്കൽ സുന്നത്താണ്. എന്തിന്? ഇനി മയ്യത്തിനെ, കാരണം ഈ മയ്യത്ത് ചൂടാറി നമ്മൾ സാധാ തണുത്ത വെള്ളം കൊണ്ടാണല്ലോ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ഈ തണുത്ത വെള്ളം മയ്യത്തിന്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും മയ്യത്തിന്റെ ശരീരം ഒന്ന് ബലം വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇഞ്ഞൊന്ന് കഫൻ ചെയ്യാനും അതുപോലെ തന്നെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാനൊക്കെയും ഒരു സുഖം കിട്ടാൻ കെണുപ്പുകൾ വീണ്ടും ഒന്ന് മയമാക്കൽ സുന്നത്താണ്. ഞാൻ പല സ്ഥലങ്ങളിലും മയ്യത്ത് കുളിപ്പിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ അതൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞവരാണ് 90% ആളുകളും. സുന്നത്തേ ഉള്ളുട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ സുന്നത്ത് ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പൊ അതുകൊണ്ട് മരിച്ച ഉടനെ ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞ് ഉടനെ കെണുപ്പുകൾ മയമാക്കേണ്ട രൂപം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതേ രൂപം തന്നെ ആ കൈയിന്റെ വിരലുകൾ മടക്കി തോളൻ കൈയിലേക്ക് ചേർത്ത് ആ തോളൻ കൈയിന്റെ കെണുപ്പുകളൊക്കെ ഇളക്കി തണ്ടൻ കാല് തൊടയിലേക്ക് ചേർത്ത് തൊട പള്ളയിലേക്ക് ചേർത്ത് നിർത്തി ചുരുത്തുക. ആ രൂപം ഇവിടെയും ഈ കുലി കഴിഞ്ഞ ഉടനെ സുന്നത്താകുന്നു. ഇതാണ് ശരിയായ രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ
അക്കുമ്മലായ രൂപം, പിന്നെ അക്കുമ്മലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് 3 പ്രാവശ്യം ഇങ്ങനെ മയ്യത്ത് കുളിപ്പിക്കല്, പിന്നെ 7 പ്രാവശ്യം വേണമെന്നും അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഒളു ആവർത്തിക്കൽ സുന്നത്താണൊക്കെയും നമ്മൾ സുന്നത്തൊക്കെയും പറയുന്നുണ്ടെങ്കിലും ഒരു സാധാരണക്കാരൻ ചിലപ്പം അങ്ങനെയൊന്നും മെനക്കത്തോളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശാരീരികമായ അസ്വസ്ഥതയുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഞായറാഴ്ചയാണ് സാധുവായ എന്റെ ക്ലാസിന്റെ അവധി ദിവസമാണ്. അതുകൊണ്ട് അവധി ദിവസമാകുമ്പോൾ പലവരും ശ്രദ്ധിക്കാത്തവരുണ്ടാകും. സാധിക്കുമെങ്കിൽ നമുക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ കഫം ചെയ്യേണ്ട രൂപം, ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ തിരൂര് ഇരിങ്ങാവൂര് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ ഞാനതങ്ങനെ സ്ഥലങ്ങൾ പറയുന്നത് നമ്മുടെ ക്ലാസ് റൂമിൽ അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ പല സ്ഥലത്തുണ്ട്. റബ്ബേ എന്റെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്, ഉസ്താദ് പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്, ഞാനൊന്ന് മാറ്റിയെടുക്കട്ടെ എന്ന് ചിന്തിക്കാനാണ്. കാരണം ആ ഭാഗത്തുള്ള 1-2 സഹോദരിമാര് സാധുവായി എന്റെ മയ്യത്ത് കഫൻ ചെയ്യുന്ന രൂപം കണ്ടപ്പോ ആ സഹോദരിമാര് പറഞ്ഞു, ഞങ്ങളെ വൈക്ക് ഈ നിലക്കല്ല കഫൻ ചെയ്യുക. അവിടെ വലിയൊരു ഭീമമായ അബദ്ധം സ്ത്രീകൾ മയ്യത്തിനെ കഫൻ ചെയ്യുന്നിടത്ത് സംഭവിക്കുന്നുണ്ട്. പല പള്ളികളിലും മയ്യത്ത് കൊണ്ടുവന്നതിന്റെ ശേഷം കഫൻ ചെയ്യുമ്പോ മയ്യത്തിന്റെ മുഖം ഏത് രൂപത്തിലാണ് വെച്ചതെന്ന് നോക്കുമ്പോ പലപ്പോഴും അബദ്ധത്തിൽ വെക്കുകയും ഒരു അന്യ സ്ത്രീയുടെ മയ്യത്ത് കഫൻ തുണി കത്തയിച്ച് പള്ളിയുടെ ഉള്ളിൽ വെച്ച് അത് ശരിയാക്കുമ്പോ എത്രയോ ആളുകൾ അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന മുഴുവൻ സഹോദരന്മാരും മുഴുവൻ സഹോദരിമാരും സഹോദരന്മാര് അവരുടെ ഭാര്യന്മാര് മയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന വിഷയം പ്രത്യേകം അവരെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ ഇയ്യാത്ത് ഭാഗത്തുള്ള ഇബ്രാഹിം എന്ന സുഹൃത്ത് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. KMIC മുഹിബും അതിന്റെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മിഞ്ഞാന്ന് രാത്രി ഒരു സ്ത്രീ മരിച്ചു. ഇന്നലെ രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ പറ്റാവുന്ന സ്ത്രീകളെയും നല്ല സെറ്റപ്പാക്കി ഞങ്ങളുടെ നാട്ടിലൊക്കെയും മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആദ്യം ഒന്നായിട്ട് വെള്ളം ഒഴിക്കലായിരുന്നു. ഞാൻ എന്റെ ഭാര്യക്കും വേണ്ടപ്പെട്ടവർക്കും ആ സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപം പഠിപ്പിച്ചു കൊടുത്ത് ആ വീട്ടിലേക്ക് പറഞ്ഞയക്കാന് 1-2 ഇഷ്കാലും കൂടി ഉണ്ട്. നോക്കി അവിടുത്തെ ഇഷ്കാലും ഒക്കെ നിങ്ങള് ആ അദ്ദേഹം ചോദിച്ചത് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അദ്ദേഹം എനിക്ക് വിശ്വസ്തതയുണ്ട്, റേഞ്ചിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ. കാരണം അവിടൊക്കെ ഒരു ഇഷ്കാലെന്താ, ഈ മയ്യത്തിന്റെ കഫൻ തുണി പുകപ്പിക്കുമ്പോ നിസ്കാരക്കുപ്പായവും മുഖമക്കനെയും പുകപ്പിക്കേണ്ട. നോക്കിങ്ങള് ഓരോ നാട്ടിൽ ഇത് സംബന്ധമായ വിശ്വാസങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ. അതായത് സ്ത്രീകളാകുമ്പോ നിസ്കാരക്കുപ്പായവും മുഖമക്കനെയും ഉണ്ടാവുമല്ലോ മയ്യത്തിന്റെ കഫൻ ചെയ്യുന്ന കൂട്ടത്തിൽ, അവകളെ പുകപ്പിക്കേണ്ട. എന്തുമാത്രം പുകപ്പിച്ചാൽ മതി? കഫൻ തുണിയും പഞ്ഞും പുകപ്പിച്ചാൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ചെമ്മിനിക്കോടിന്റെ മുകളിലുള്ള താങ്കിയിലെ വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. കുളിപ്പിക്കാൻ പാടില്ല എന്നാ ചൂടുവെള്ളം ആവും ചിലപ്പം, അങ്ങനെ ഒഴിവാക്കാം. അല്ലാതെ കുലി സഹിയാകൂലാന്ന് വരെ തെറ്റിദ്ധരിച്ച് നടക്കുന്ന കിണറ്റിലെ വെള്ളം പാളയം കയറുകൊണ്ട് മുക്കിയിട്ടെന്നെ കുളിപ്പിക്കണം. ഇങ്ങനത്തെ ഒരുപാട് തെറ്റായ ധാരണ, അതിലൊന്നും അർത്ഥമില്ല എന്നാ പറയുന്നത്. ആവശ്യമില്ലാത്ത ഒരു നിർബന്ധമായ സാഹചര്യങ്ങളൊന്നും നമ്മൾ വെച്ച് പുലർത്തരുത് എന്നുണർത്തുന്നു. അതുപോലെ തന്നെ മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കൈ ഉണ്ടാവുമല്ലോ മയ്യത്തിന്, അല്ലേ? ആരിപ്പോ കൈ മുറിഞ്ഞ മയ്യത്തൊക്കെ അപൂർവമായിരിക്കും. അത് കൈ ഉണ്ടാവുമ്പോ ഈ കൈ നമ്മൾ കഫൻ ചെയ്യുന്ന സമയത്ത് പല നാടുകളിലുമുള്ള ഒരു ഇഷ്കാലാണ്. ആ കൈ ഇങ്ങനെ നീർത്തി വെക്കുകയാണോ കഫൻ ചെയ്യുന്ന സമയത്ത് വേണ്ടത്? അതല്ല, നമ്മൾ സാധാരണ നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയില് നമ്മൾ കൈ വെക്കും പോലെ അങ്ങനെ കൈ വെക്കുകയാണോ കഫൻ ചെയ്യേണ്ടത് വേണ്ടത്? അതുപോലെ തന്നെ പല നാടുകളിലും അതൊന്നും ഇല്ലാത്തോല് അങ്ങനൊന്നും ഉണ്ടാവൂല. പക്ഷെ ഒരുപാട് നാടുകളിൽ 3 കഫൻ തുണിയാണല്ലോ. സ്ത്രീകളാവുമ്പോ 2 കഫൻ തുണി, നിസ്കാരക്കുപ്പായൊക്കെ നമുക്ക് എണ്ണം പറയാം. പുരുഷന്മാരാവുമ്പോ 3 കഫൻ തുണി. പല സ്ഥലങ്ങളിലും മയ്യത്തിന് കൂടുമ്പോ നിങ്ങളൊന്ന് കഫൻ ചെയ്താല് കുളിപ്പിക്കൽ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു 3 പാത ഒപ്പം ചൂത്തിന്. ഈ 3 കഫൻ തുണിമ്പാതെ ഒപ്പങ്ങട്ട് മറക്കുക അല്ല, അത് ഓരോന്നോരോന്നായി ഇങ്ങനെ ഒരുപാട് തെറ്റായ രൂപങ്ങള് കഫൻ ചെയ്യുന്നതിലും നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ക്ലാസും
എല്ലാരും കേട്ട് അവസാനമായി എന്റെ പുരുഷന്മാരോട് എനിക്ക് ഗൗരവത്തിൽ പറയാനുള്ളൊരു മസ്അല, അത് ഇൻഷാ അല്ലാഹ് അത് സ്ത്രീകൾ കേട്ടോന്നും എനിക്ക് നിർബന്ധമില്ല. മയ്യത്ത് ഖബറടക്കുന്ന മസ്അല എന്റെ ക്ലാസ് റൂമിലുള്ള മുഴുവൻ സഹോദരന്മാരും ഉസ്താദന്മാരടക്കം ഞാൻ പറയും. കാരണം ഇന്ന് പല മഹല്ല് ഖത്തീബമാരും ആ വിഷയം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഒരു മയ്യത്തിനെ ഖബറിൽ വെക്കുമ്പോൾ മയ്യത്തിന്റെ ഖബർ കലക്കുന്നിടത്തും ആ ഖബറിൽ മയ്യത്തിനെ കിടത്തുന്നിടത്തും വിവരമില്ലാത്ത സാധാരണക്കാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ മഹല്ല് നേതൃത്വം നൽകുന്ന ഉസ്താദന്മാര് വരെ ഒരു മയ്യത്ത് ഖബറടക്കുന്ന സമയത്ത് പോയോക്കാത്ത കാരണം മുഖവും നെഞ്ചും കിബിലയിലേക്കാകുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ മുമ്പത് വിശദമായി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഒരു മയ്യത്തിനെ ഖബറടക്കിയാൽ ഖബറു മാന്തേണ്ട മസ്അലകൾ ഏകദേശം 6 കോലം കാണാം. ഖബറടക്കിയ മയ്യത്തിന്റെ ഖബറ് മാന്തേണ്ട രൂപം അതിൽ 10 മസ്അലയാണ്. മുഖവും നെഞ്ചും കിബിലയിലേക്കായിട്ടില്ലെങ്കിൽ ഖബറടക്കിയ ഖബറ് മാന്തി ശരിയായ രൂപത്തിൽ മയ്യത്തിനെ ഖബറടക്കുക, അത് പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ട മസ്അലയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ റബ്ബേ നാളെ പിറ്റന്നാൾ ഞാൻ മരിച്ച് എന്റെ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോ കിബിലയിലേക്കാവാതെ കിടക്കേണ്ട ഒരു സാഹചര്യം എന്റെ മഹല്ലത്തിൽ നിന്ന് ഒഴിവാവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയും നിങ്ങൾ ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോ മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്ക് ആയിട്ടുണ്ടോ, അതിന്റെ മുമ്പ് ഈ മയ്യത്തിന്റെ ഖബറ് കിബിലയിലേക്കാണോ, ഖബറ് കിബിലയിലേക്ക് അല്ലെങ്കിൽ പിന്നെ മുഖവും നെഞ്ചും കിബിലയിലേക്ക് കിട്ടൂലല്ലോ. അപ്പൊ ആ 2 കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഞാനൊരു മുൻധാരണ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ആ വിഷയം തുടങ്ങുന്നതിന്റെ മുമ്പ് ഒന്ന് അറിയിച്ചു മാത്രം. അല്ലാഹു തആല നമ്മള് ചെയ്യേണ്ട സുന്നത്തായ നിർബന്ധമായ കാര്യങ്ങളൊക്കെയും ഇത്തരം വിഷയങ്ങളിൽ പഠിച്ച് അത് വേണ്ടതുപോലെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് നമ്മുടെ മരണ സമയം അല്ലാഹു തആല ശരിയായ രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാകുന്ന സ്വാലിഹീങ്ങളെ വിവരമുള്ളവരെ നമ്മുടെ മരണ സമയത്ത് നമ്മുടെ ഭാഗത്തേക്ക് എത്തിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ചിലരൊക്കെ ചില ഇഷ്കാലുകളാക്കിയിട്ടുണ്ട്. അത് നമ്മളെ ഈ ചർച്ചകളിൽ വരുന്നതാണ്. അത് അത്ര ഒരു പ്രാധാന്യമുള്ളൊരു മസ്അല അല്ല എങ്കിലും ഫിഖിന്റെ കിതാബിൽ അതിനൊക്കെ മറുപടി ഉണ്ട്. കാരണം നമ്മൾ ഓരോ മദ്ഹബിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ ഹനഫി മദ്ഹബുകാരനാണ് മരിച്ചത്, അതൊരു ചോദ്യമാണ്. 1-2 ആൾക്കാർ ചോദിച്ചതാ. ഹനഫി മദ്ഹബുകാരനാണ് മരിച്ചത്, ഷാഫി മദ്ഹബുകാരനാണ് കുളിപ്പിക്കുന്നത്. അപ്പൊ അവരൊരു ഇഷ്കാല് പലവരും ചോദിച്ചത്, ഉസ്താദെ ഇവരെ ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും മയ്യത്ത് കുലിയുടെ മസ്അലയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ മയ്യത്ത് ഹനഫി മദ്ഹബുകാരനാണ്, കുളിപ്പിക്കുന്നവൻ ഷാഫി മദ്ഹബുകാരനാണ്. അപ്പൊ കുളിപ്പിക്കുന്നവന്റെ മദ്ഹബ് അനുസരിച്ചിട്ടാണോ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, മയ്യത്തിന്റെ മദ്ഹബ് അനുസരിച്ചിട്ടാണോ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? നല്ല ചോദ്യമാണ്, നല്ല കറക്റ്റ്. പക്ഷെ ആ ചോദ്യം വന്നപ്പോ ഞാൻ ആദ്യം ഒന്ന് ബേജാറായി. സുബ്ഹാനല്ലാഹ്, മയ്യത്തിന്റെ ബാബൊന്ന് വളരെ വ്യക്തമായി നോക്കിയപ്പോ ഫുഖഹാക്കള് ലവിഖ്തലഫ ഇഅ്തിഖാദുൽ മയ്യിത്തി വൽ ഗാസിലി, കുളിപ്പിക്കുന്നവന്റെയും മയ്യത്തിന്റെയും മദ്ഹബ് പ്രകാരമോ കുളിപ്പിക്കുന്നവന്റെ മദ്ഹബ് പ്രകാരം കുളിപ്പിക്കുന്നവോ, അത് നമുക്ക് ഒരു അത്യന്താപേക്ഷിതമായ മസ്അല അല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ലാസ്റ്റ് നമുക്കത് ചർച്ചയ്ക്ക് ഇടാം. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് എന്നും ഉണർത്തി അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് എല്ലാ ആരോഗ്യം ഉണ്ടാവാൻ എല്ലാവരും ദുആയിക്കണം. ഇപ്പൊ മുമ്പത്തെ മായിക്കൊന്നല്ല, മുമ്പൊക്കെ ഇങ്ങനെ ഓരോ കഴിഞ്ഞപ്പോ KMIC കയറിയിട്ട് ഏകദേശം 1.25 കൊല്ലം കഴിഞ്ഞു. അതിന്റെ ഒരു വയസ്സ് എന്തായാലും കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മുമ്പത്തെ മാതിരിയല്ല, ശബ്ദം വിടുമ്പോഴേക്ക് തല വിയർക്കുക, അങ്ങനെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെയുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തന്ന് ദീർഘകാലം ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആർക്കും എന്തും വിഷയത്തിലുള്ള സംശയങ്ങൾ ഇപ്പൊ തീർക്കാനല്ല എന്നത് 1-2 ക്ലാസും കൂടി കഴിഞ്ഞ് നമ്മളെ വള്ളം ചേരാത്ത മസ്അലയും തലമുടി കളപ്പിച്ചാലുള്ള മയ്യത്തിന്റെ കുലിയുടെ മസ്അലയും ആക്സിഡന്റ് മരണത്തിൽ വൈക്കൽ നിന്ന് കിട്ടുന്ന നഖം, കയ്യിന്റെ കാലിന്റെ കഷ്ണങ്ങൾ, ഇവകളൊക്കെ എന്തൊക്കെ ചെയ്യണം
എല്ലാ ചർച്ചയും സാധാരണക്കാര് കൈകാര്യം ചെയ്യേണ്ട എല്ലാ മസ്അലയും ഏത് നാഥനും ധൈര്യത്തോടു കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ നമ്മുടെ KMIC വിശദീകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അവനവന്റെ വീടുകളിലുള്ള മൊബൈലുകളിലൊക്കെയും KMIC സെറ്റാക്കിയിട്ടും ലാപ്ടോപ്പൊക്കും കമ്പ്യൂട്ടറിലുള്ള ഒരുപാട് വീടുകളുണ്ടാവും. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും 1ാം ക്ലാസ് മുതൽ ഇന്ന് കമ്പ്യൂട്ടർ പഠനമാണ്. അത് കാരണം എല്ലാ രക്ഷിതാക്കന്മാരും കമ്പ്യൂട്ടറൊക്കെ എല്ലാവരുടെ വീട്ടിലും വാങ്ങിയിട്ടുണ്ട്. അതിലൊരു ബൈലക്സ് കയറ്റിയിട്ട് അവനവന്റെ വീടുകളിൽ നമ്മുടെ KMIC എല്ലാ ക്ലാസ്സുകളും കേൾപ്പിക്കുമ്പോ കുറെ കേൾക്കുമ്പോ കാരണന്മാർക്കൊരു ചൊല്ലുണ്ട്, പത്തായത്തിന്റെ മൂല പത്തോട്ട ഇളക്കിയാലും പത്തായത്തിന്റെ മൂല ഇളകുന്നു. സാധാരണ പത്തായ ഇളക്കാൻ ആരെ കൊണ്ടും ആവൂല. പഴയ കാലത്ത് നെല്ല് സൂക്ഷിക്കുന്ന പത്തായുണ്ട്, അത് ഒരാളെ കൊണ്ട് ഇളക്കാൻ പറ്റൂല. പക്ഷെ കാനന്മാർക്കൊരു ചൊല്ലുണ്ട്, പത്തായത്തിന്റെ മൂല്യം 10 കൂടി ഇളക്കിയ പത്തായത്തിന്റെ മൂല്യം ഇളകുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര ബദക്കായോന്നും കുറെ ഇങ്ങനെ കേൾക്കുമ്പോ അവന്റെ മനസ്സിനൊരു മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടുകളൊക്കെയും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിലേക്ക് ആക്കി മാറ്റാൻ നമുക്ക് നല്ലൊരു അവസരമാണ് നമ്മുടെ ഈ ക്ലാസ് റൂം. അള്ളാഹു ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉറക്കമൊഴിച്ച് 24 മണിക്കൂറും ഈ ക്ലാസ് റൂമിനെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര്, ഞാൻ നേരത്തെ മൗലിദിന്റെ മുമ്പ് പറഞ്ഞ മാതിരി സുബൈക്കൊന്നും ഉറങ്ങാതെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നത് അവർക്ക് കുറെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാനല്ല, KMIC ഉറങ്ങാതിരിക്കാൻ അവർ ഉറക്കമൊഴിക്കുകയാണ്. അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഓരോ സെക്കൻഡും തന്റെ കഥകൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ KMICയുടെ മൈക്ക പോകുന്നുണ്ടോ, മൈക്കെടുക്കാൻ ആളില്ലെങ്കിൽ റെക്കോർഡ് വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹു അവരുടെ ആ യുവത്വം നാളെ ആഖിറത്തിൽ അള്ളാന്റെ മാർഗത്തിലായി ജീവിച്ച ചെറുപ്പക്കാരൻ അർശിന്റെ തണലിലാണെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ക്ലാസ് റൂമിന്റെ എല്ലാ ചെറുപ്പക്കാരെയും പൊരുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് സഹോദര സഹോദരിമാർ, ഒരുപാട് ആളുകളുടെ നമ്മുടെ മേലേപ്പാറ ഇബ്രാഹിം സാഹിബ് നമുക്കറിയാം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അഡ്മിനി ഒരുപാട് കാലമായി തുടക്കം മുതൽ ക്ലാസ് റൂമിലുള്ള ഒരു അഡ്മിനിയാണ് നമ്മുടെ മേലേപ്പാറ ഇബ്രാഹിം. അദ്ദേഹം തെരഞ്ഞൊരിക്കൽ നോമ്പിലിന്റെ വീട്ടിൽ വന്ന്, നാട്ടിൽ ഉപ്പാക്ക് സുഖമില്ലാതെ വന്നപ്പോ അങ്ങനെ അന്വേഷിച്ച് അതേ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നലെ ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്ന്, അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മേലേപ്പാറ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ ഈ ബൈക്കുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്താണ്, അദ്ദേഹത്തിന്റെ പിതാവ് സുഖമില്ലാതെ കിടക്കാണ്. അങ്ങനെ അവിടെ എത്തി. അദ്ദേഹത്തിന്റെ പിതാവ് നല്ല ഒരു ആബിദായ നല്ലൊരു മനുഷ്യൻ. ഈ കഴിഞ്ഞ നോമ്പ് 9ന്റെ അന്ന് കസാരയിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് പെട്ടെന്ന് മുസാഫ് വിൽക്കാൻ പോയപ്പോ പിടിക്കാൻ വേണ്ടി അത് കുമ്പിത്തതാ, അങ്ങനെ വീണ് ഇപ്പൊ ഒരു ഭാഗം പച്ച കുഴഞ്ഞ് മൂത്രത്തിന് ട്യൂബൊക്കെ ഇട്ടുങ്ങാണ്ട് കിടക്കുകയാണ്. നല്ല ഓർമ്മയുണ്ട്. ഇന്നലെ ഞാൻ സന്ദർശിച്ചു. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കണ്ണമംഗലം ഇബ്രാഹിം സാഹിബിന്റെ ഉമ്മ, നമ്മുടെ ഷിഹാബ് സവാമയുടെ ഉമ്മ, സാധുവായ എന്റെ ഉമ്മ, നമ്മുടെ തിരുവമ്പാടി സാഹിബിന്റെ ഭാര്യയുടെ പിതാവ് കുറെ കാലം പള്ളിയിലൊക്കെ മുക്കരിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ വളരെ വയസ്സായി, എന്തൊക്കെയോ ശാരീരികമായ രോഗങ്ങളൊക്കെ ആയി വളരെ വിഷമത്തിലാണ്. അങ്ങനെ നമ്മൾ അറിയാത്ത എത്രയോ മുഅ്മിനീങ്ങൾ ഈ ക്ലാസ് റൂമിനെ സ്നേഹിക്കുന്നവരുടെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നുണ്ട്. റബ്ബേ, ഞങ്ങൾ ഫിക്രിയായ ഇൽമു പറഞ്ഞതിന് ശേഷം, അസ്മാഉൽ ബദർ ചൊല്ലിയതിന് ശേഷം, കേട്ടതിന് ശേഷം ഞങ്ങളെ ചെയ്യുന്ന ദുആക്കിന് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് സാധാരണക്കാർ എത്രയോ കാലമായി ഗൾഫിലായി ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നവര്, കടം കൊണ്ട് വിഷമിക്കുന്നവര്, അങ്ങനെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെയും നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഹജ്ജിന് പോവാൻ ഒരുങ്ങിയിട്ട് ഇപ്പോഴും ഒരു ഉറപ്പ് കിട്ടാതെ വലിയ വിഷമത്തിലാണ്. ഇക്കൊല്ലം ഹജ്ജിന് ഒരുങ്ങിയവർക്കൊക്കെയും അല്ലാഹു തആല ശരിയായ രൂപത്തിൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും സജീവമാകുന്ന ഒരു മുഹമ്മദ് ഫാസിൽ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് നല്ലൊരു കല്യാണമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല സാലിഹത്തായ ഭാര്യയെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വീടിന്റെ പണിയൊക്കെയും കഴിഞ്ഞ് നല്ല പ്ലാനൊക്കെ വരഞ്ഞ് തറപ്പണിയൊക്കെയും കഴിഞ്ഞിട്ടുണ്ട്. ആ പണി കഴിഞ്ഞിട്ട് വേണം കല്യാണം നടത്താൻ. അള്ളാഹു ആ വീട് പണി പൂർത്തീകരിച്ച് കല്യാണങ്ങളൊക്കെ നടക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അങ്ങനെ
നമ്മുടെ ലത്തീഫ് ഹാജിയുടെ ഭാര്യയുടെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നെങ്കിലും വേണ്ടതുപോലെ കാഴ്ച കിട്ടിയിട്ടില്ല. എപ്പോഴും ദ്വാരക്കാൻ പറയും. അല്ലാഹു തആല അവരൊക്കെ എല്ലാ സമയത്തും ഓരോ സ്വന്തം കുടുംബത്തെക്കാൾ ഈ ക്ലാസ് റൂമിനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹു തആല അതിന്റെയൊക്കെയും ഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. കാരണം ഇങ്ങനെ പലരും വിളിച്ചെങ്ങാണ്ട് ഉസ്താദ് ഒന്ന് ദ്വാരിക്കണം, ഉസ്താദ് ഞങ്ങളെ കാര്യത്തിൽ ദ്വാരിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മഹബത്താണല്ലോ. ഇങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി ആരുടെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരൊന്നും വിചാരിക്കരുത്. ഓർമ്മയുള്ളത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എല്ലാ ഉസ്താദുമാരും ദ്വാരിക്കുന്നുണ്ട്. ഞാൻ ദുആ വസിയത്തോടുകൂടി നമ്മളെ ഇയ്യാദ് നോക്കി, നിങ്ങൾ ആഫ്രിക്കയിലപ്പം മൂപ്പറുള്ളത് ഈ കൈപ്പോത്ത് എന്ന് പറഞ്ഞ മസലക്ക് ഇപ്പോൾ ആഫ്രിക്കയിൽ ഇരുന്ന് കേൾക്കുന്നു. എത്ര ഒരു സൗകര്യമാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ ബൈലക്സ് എന്നുള്ള സംഗതി കണ്ടുപിടിച്ചൊരു മനുഷ്യ ഈ ദുന്യാവിൽ ഉണ്ടാവുമല്ലോ, അയാളൊന്ന് കണ്ടുപിടിച്ച് അയാളെ കൈയൊന്ന് പിടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ഈ ബുദ്ധി കൊണ്ട് ലോകത്ത് എത്ര ആൾക്കാർ മസല വലിച്ച് അല്ലെ ആ ബൈലക്സ് കണ്ടുപിടിച്ചൊരു മനുഷ്യരുത്. ഇപ്പൊ അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറക്കിയതല്ലല്ലോ, ബൈലക്സ് എന്ന സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് ഇറക്കി തന്നതല്ലല്ലോ, ഇതെല്ലാതെ ലാപ്ടോപ്പിൽ നിന്ന് കയറ്റിക്കോലിനകത്ത് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ നബാത്തിയ ഖുതുബ മുഹറം മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ചക്കലത്തെ ഖുതുബ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു കാര്യം കാണാം. നമ്മളിന്ന് ഉറങ്ങാനുള്ള സമയമാണല്ലോ. കാരണം ഖത്തീബ് ഖുതുബ ഓതുമ്പോ ഒരു സൂചി വീണ ശബ്ദം ഉണ്ടാവില്ല. 10 മിനിറ്റ് സുഖമായി ഉറങ്ങാം, ഒരു ഒച്ചയും വിളിയില്ലാതെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങല. പക്ഷെ ആ വെള്ളിയാഴ്ചക്കലത്തെ മുഹറം മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ചക്കലത്തെ ഖുതുബയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ആ വാക്കെന്താണെന്ന് നിങ്ങൾ, അതായത് ഏറ്റവും വലിയ അത്ഭുതം, ഈ ലോകത്ത് പല അത്ഭുതങ്ങളും കാണാം. 120 ഗൾഫിലെ UAE ഖലീഫ് ബുർജോ, ഇങ്ങനെയൊക്കെ പല, അല്ലെങ്കിൽ മക്കയിലുള്ള ക്ലോക്ക് ടവർ, ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം തോന്നും അല്ലേ. പക്ഷേ ഈ അത്ഭുതങ്ങളെക്കാൾ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യ നീയ. ഈ ക്ലോക്ക് ടവറും ഈ ബൈലക്സും ഈ സംവിധാനവും ഈ റേഞ്ചും നെറ്റും എല്ലാം കണ്ടുപിടിച്ചത് മനുഷ്യ നീയാണ്. നീയാണ് ലോകത്തുള്ള അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. എന്നാൽ നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ കഴിവ് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്. അപ്പൊ ഈ ബൈലക്സൊക്കെ കണ്ടുപിടിച്ച മനുഷ്യന്മാര് അതൊക്കെ മുസ്ലിമീങ്ങളാണെങ്കിൽ ഇപ്പൊ എത്ര കാര്യം എന്താ വന്ത അഴ്ജബക്കൽ അഴ്ജബ് നമ്മളെ വഹാബ് ഉസ്താദ് അറിയിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചതോ കൊണ്ടാണല്ലോ നമുക്ക് ഈ സംവിധാനമൊക്കെ കിട്ടിയത്. ഇത്ര വലിയ കൂട്ടായ്മ എന്റെ ക്ലാസ് റൂമിലെ ശ്രോതാക്കളോട് ഞാൻ പറയാ, KMIC-ക്കാരെല്ലാരും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇതിന്റെ പവർ മനസ്സിലാകുന്നത്. നമ്മുടെ താഹിറുദ്ദീൻ ഹാജിയുടെ കല്യാണത്തിന്റെ അന്ന്, അതുപോലെ തന്നെ കൂരിയാട് ബാബുസ്താദിന്റെ കല്യാണത്തിന്റെ അന്ന് എല്ലാരും കൂടിയപ്പോ ഒരു ഉമ്മ പെറ്റ മക്കൾ അത്ര സ്നേഹമില്ല, അത്ര ഉണ്ടാവില്ല. ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും അത്ര സ്നേഹം ഉണ്ടാവില്ല. അതിനേക്കാൾ വലിയൊരു മഹബത്തിലാണ് ഈ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കള്. ആ ഒരു മഹബത്തിനാൽ അർശിന്റെ തണല് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അടുത്ത ക്ലാസിന്റെ ഉസ്താദന്മാരും റൈസാൻഡ് ചെയ്തിട്ടില്ല, പിന്നെ ആരും റൈസാൻഡ് ഒന്നും ചെയ്യാതിരുന്നപ്പോ ഞാൻ മെഹബൂബ് അലി ഹാജിക്കാനൊന്നും അറിയില്ല. ഞാൻ ഏതായാലും മൈക്ക വിടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.